ഈ ആഗമനത്തിൻ്റെ നാളുകളിൽ ക്രിസ്മസിൻ്റെ വലിയ സന്തോഷം കൊണ്ടാടിക്കൊണ്ടിരിക്കുന്ന ഈ സമയങ്ങളിൽ അങ്ങയെ മഹത്വപ്പെടുത്തുവാൻ, അങ്ങയെ ആരാധിപ്പാനും അതുപോലെ പെരുന്നാളായി കൊണ്ടാടുവാൻ തക്കവണ്ണം അങ്ങ് ഞങ്ങളെ സഹായിച്ച കൃപയ്ക്കായി സ്തോത്രം. കഴിഞ്ഞ ഒരു വർഷം, ഒരു അതിബലി പെരുന്നാളിൻ്റെ വർഷം, അങ്ങ് ചെയ്ത അനുഗ്രഹങ്ങളെ, നന്മകളെ ഓർത്തങ്ങയെ സ്തുതിക്കുവാൻ മഹത്വപ്പെടുത്തുവാനും അർപ്പണങ്ങളുമായി കടന്നു വന്ന് അങ്ങയിൽ നിന്ന് അനുഗ്രഹങ്ങളെ പ്രാപിപ്പാൻ തക്കവണ്ണം ഞങ്ങളെ പ്രാപ്തരാക്കണം. കുറവുകൾ, വീഴ്ചകൾ എല്ലാം ക്ഷമിക്കുകയും ഇന്ന് ഞങ്ങളെ അനുഗ്രഹിച്ച് പറഞ്ഞേക്കുകയും ചെയ്യണമേ. അല്പസമയം അങ്ങയുടെ വചനം കേൾക്കുവാൻ ഒരുങ്ങുന്നു. വചനം പറയുന്ന ബലഹീനനായ അടിയനെയും കേൾക്കുന്നവരുടെ മക്കൾ ഒരുപോലെ അവിടുന്ന് അനുഗ്രഹിക്കണമേ. പറഞ്ഞതിനപ്പുറമാൻ്റെ ആഴങ്ങളെയും അർത്ഥങ്ങളെയും ഉൾക്കൊള്ളുവാൻ അവിടുത്തെ പരിശുദ്ധാത്മാവിനാൽ അങ്ങ് സഹായിക്കണം. പ്രത്യേകിച്ച് ഇന്ന് സ്ഥിരീകരിക്കപ്പെടുവാനുള്ള കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കും. അവരെയും അവിടുന്ന് അനുഗ്രഹിക്കണം. മാനവും മഹത്വമെല്ലാം അങ്ങ് മാത്രം എടുക്കണമേ. യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുന്നത് ദയയോടെ കേൾക്കണമേ. ആമേൻ. എല്ലാവർക്കും ഇരിക്കും. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. വളരെ വളരെ സന്തോഷമുണ്ട്. ഇന്ന് ഈ പശുപ്പാറ ഇടവകയിൽ കടന്നു വന്ന് നമുക്കൊരുമിച്ച് ദൈവത്തെ ആരാധിപ്പാൻ ഇടയാകുന്നതിൽ മാത്രമല്ല, ഇന്ന് വളരെ വിപുലമായ ഒരു സ്വീകരണം നിങ്ങൾ നൽകുകയുണ്ടായി. അത് പ്രതീക്ഷിച്ചതല്ല. എനിക്ക് തോന്നുന്നു ഇന്നലെ വൈകുന്നേരം വരെ അത് പ്രതീക്ഷിച്ചില്ല. ഇവിടെ ആരാധന കൂടുന്നു, പെരുന്നാൾ കൂടുന്നു, പോകണം എന്നുള്ളത് മാത്രമേ ഉദ്ദേശിച്ചിരുന്നുള്ളൂ. പക്ഷേ നിങ്ങളത് വളരെ ഗംഭീരമായിട്ടുള്ള ഒരു പ്രോഗ്രാമായി മാറ്റി. അതിന് കാരണം നമ്മളെല്ലാവരും അറിയുന്നത് പോലെ CSI ചർച്ച് ഹൗസ് ഓഫ് ഇന്ത്യയുടെ ഡെപ്യൂട്ടി മോഡറേറ്റർ എന്നുള്ള സ്ഥാനത്തേക്ക് വളരെ ചുരുങ്ങിയ കാലഘട്ടത്തേക്ക് ഞാൻ തിരഞ്ഞെടുക്കപ്പെട്ടു, എന്നെ തിരഞ്ഞെടുത്തു എന്നുള്ളത് തന്നെയാണ്. അതിനെക്കുറിച്ച് ആദ്യം പറയാം, ബാക്കി കാര്യങ്ങൾ പിന്നെ ഞാൻ തുടർന്നും പറയാം. CSI സഭയുടെ ഔദ്യോഗിക നേതൃത്വ സ്ഥാനത്തിലുള്ളത് മോഡറേറ്റർ, ഡെപ്യൂട്ടി മോഡറേറ്റർ, ജനറൽ സെക്രട്ടറി, ട്രഷറർ, അങ്ങനെ 4 പേരാണ്. ഡെപ്യൂട്ടി മോഡറേറ്റർ എന്നുള്ള സ്ഥാനം ഇതുവരെയും ഒഴിഞ്ഞു കിടന്നിരുന്നു. കാരണം അഭിമന്യ രൂപൻ മാർക്കത്തിന്മേനി ഡെപ്യൂട്ടി മോഡറേറ്റർ ആയിരുന്നു. ഡെപ്യൂട്ടി മോഡറേറ്റർ ആയിരുന്ന സമയത്ത് അദ്ദേഹം മോഡറേറ്ററായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടു. അന്നേരം ഡെപ്യൂട്ടി മോഡറേറ്ററുടെ സ്ഥാനം വേക്കൻ്റായി. കുറച്ച് നാളങ്ങനെ കിടന്നിരുന്നു. കഴിഞ്ഞ ദിവസം കൂടിയ സിനഡ് എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ ആ സ്ഥാനം ഫില്ല് ചെയ്യുകയാണ് ചെയ്തത്. അല്ലെങ്കിൽ പകരമായി മോഡറേറ്റർ തിരുമേനിയായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടതുകൊണ്ട് ഡെപ്യൂട്ടി മോഡറേറ്റർ സ്ഥാനത്തേക്ക് എന്നെ തിരഞ്ഞെടുക്കുകയാണ്. ഒരു ടേം എന്ന് പറയുന്നത് 3 വർഷമാണ്. 3 വർഷം ഇനി തീരാൻ ഈ ഡിസംബർ മാസമാകും. അപ്പം അതിനിടയ്ക്കാണ് ഇത് വന്നിരിക്കുന്നത്. എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം ന്യായമായിട്ടും അടുത്ത ജനുവരിയിലാണ് സെനഡ് മീറ്റിംഗ് അടുത്ത് നടക്കേണ്ടത്, സെനഡ് സമ്മേളനം. ആ സെനഡ് സമ്മേളനത്തിൽ വെച്ച് പുതിയ ഭാരവാഹികളെ സെനഡ് തിരഞ്ഞെടുക്കണം. അതായത് മോഡറേറ്ററും ഡെപ്യൂട്ടി മോഡറേറ്ററും ജനറൽ സെക്രട്ടറിയും ട്രഷററും ഓഫീസേഴ്സിനെ തിരഞ്ഞെടുക്കുന്നത് ആ സെനഡ് സമ്മേളനത്തിൽ വെച്ചാണ്. അപ്പോൾ ആ ഒരു ഇടയ്ക്ക് വളരെ 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 ചുരുങ്ങിയ ഒരു കാലഘട്ടമാണ് ഈ ഒരു സ്ഥാനത്തേക്ക് ഞാൻ വന്നിരിക്കുന്നത്. ഓട്ടോമാറ്റിക്കായിട്ട് ഞാൻ അങ്ങോട്ട് വരത്തില്ല. കാരണം അതൊരു ഇലക്ഷനാണ്. സാധാരണ നമ്മുടെ CSIയുടെ രീതി അനുസരിച്ച് ഡെമോക്രാറ്റിക് രീതിയിലുള്ള, ജനാധിപത്യ രീതിയിലുള്ള തെരഞ്ഞെടുപ്പുകളാണ് നടത്തപ്പെടുന്നത്. അതുകൊണ്ട് അത് അങ്ങനെയാണ്. ചുരുക്കം പറഞ്ഞാൽ അടുത്ത സെനഡ് സമ്മേളനം വരെയാണ് എനിക്ക് ഉള്ള ഈ സ്ഥാനം എന്ന് പറയാം. തീർച്ചയായിട്ടും അത് വളരെ ചുരുങ്ങിയ ദിവസമേ ഉള്ളൂ. എങ്കിലും ഈ ഒരു സ്ഥാനത്തേക്ക് എന്നെ സെനഡ് പരിഗണിച്ചതിന് എനിക്ക് അതിയായ സന്തോഷമുണ്ട്. അത് എൻ്റെ ഏതെങ്കിലും ഒരു നന്മയോ ഗുണമോ ഒന്നുമല്ല. അത് ദൈവത്തിൻ്റെ കൃപ മാത്രം, ദൈവത്തിൻ്റെ കരുണ മാത്രം എന്ന് ഞാൻ പരിപൂർണമായിട്ട് വിശ്വസിക്കുകയും ചെയ്യും. മറ്റ് പേരുകളൊന്നും വന്നില്ല എന്നുള്ളതാണ് മറ്റൊരു കാര്യം. അതുകൊണ്ട് എതിരില്ലാതെ എന്ന് പറയാമെന്നല്ല, എതിരില്ലാതെ ഈ സ്ഥാനത്തേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു. നിങ്ങൾ ഇതുവരെയും എനിക്ക് വേണ്ടിയും ഞങ്ങൾ കുടുംബമായി ഓർത്ത്, നമ്മുടെ മഹാടെ ഓർത്ത് നിങ്ങൾ പ്രാർത്ഥിച്ചിരുന്നു. ഇനി എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾ CSI സഭയ്ക്ക് മുഴുവനായിട്ടും വേണ്ടി എന്ത് ചെയ്യണം? പ്രാർത്ഥിക്കണം. എല്ലാ മഹാടവയ്ക്കും വേണ്ടി പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണം. എല്ലാ ബിഷപ്പന്മാർക്കും വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. എല്ലാ ബഹുമാന അച്ഛന്മാരെയും ഓരോരോ സഭകളിലുള്ള എൻ്റെ ഭരണസമിതി അംഗങ്ങളെയും
സഭാമക്കളെ ആകമാനമായും ഓർത്ത് പ്രാർത്ഥിക്കണം. സ്നേഹമുള്ള അനീഷച്ചൻ പറഞ്ഞപ്പോൾ പറഞ്ഞു 45 ലക്ഷത്തോളം, 45 എന്ന് പറയുന്നത് 45-നും 55 ലക്ഷത്തിനിടയ്ക്കാണ് നമ്മുടെ ജനസംഖ്യ എന്ന് പറയുന്നത്. കൃത്യമായിട്ടുള്ള കണക്ക് പലപ്പോഴും അതാത് സമയങ്ങളിൽ കണക്കെടുക്കുമ്പോൾ കിട്ടാറില്ല. അതുകൊണ്ടാണ് അങ്ങനെ നമ്മൾ പറയാം. ഇന്ത്യയിൽ കത്തോലിക്ക സഭ കഴിഞ്ഞാൽ ഏറ്റവും വലിയ സഭയാണ് നമ്മുടെ CSI എന്ന ഐക്യസഭ. തെക്കേ ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും, ശ്രീലങ്കയിലെ ജാഫ്നയിലും, അതുപോലെ തന്നെ ഇന്ത്യയിലെ എല്ലാ പ്രധാനപ്പെട്ട പട്ടണങ്ങളിലും, ഗൾഫ് നാടുകളിലും, അമേരിക്കൻ ഐക്യനാടുകളിലും എല്ലാം നമ്മുടെ സഭ ഉണ്ട്. അവിടെ എല്ലാം ഉള്ള സഭകളുടെ ആൾക്കാരുടെ എണ്ണമാണ് ഞാൻ ഈ പറഞ്ഞത്. കേരളത്തിന് അല്ലെങ്കിൽ ഇന്ത്യക്ക് പുറത്തുള്ള ജാഫ്ന ഡയസിസ് കൂടാതെ പുതിയൊരു മഹാടം കൂടെ രൂപീകരിക്കപ്പെട്ടിട്ടുണ്ട്. അത് ഡയസ്പോറ ഡയസിസ് എന്നാണ് പറയുന്നത്. മറ്റ് ഇന്ത്യക്ക് പുറത്തുള്ള ജാഫ്ന ഒഴികെ ബാക്കിയുള്ള എല്ലാ സ്ഥലങ്ങളിലുള്ള സഭകൾ അതിൻ്റെ പരിധിയിൽ വരണം എന്നാണ് അതിനെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. നോർത്ത് അമേരിക്കൻ സഭകളാണ്, അതിൻ്റെ കൗൺസിലാണ് അതിനുള്ള പ്രത്യേകമായ മുൻകൈ എടുത്തത്. ഗൾഫ് മേഖലയിലുള്ള സഭകൾ അത് പൂർണ്ണമായിട്ട് അതിൽ വരുന്നില്ല. ഇപ്പോൾ അതിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ അതിൻ്റെ പ്രാരംഭ ദശയിൽ തന്നെയാണ് നിൽക്കുന്നതെങ്കിലും ഡയസ്പോറ ഡയസിസും ഉദ്ഘാടനം ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്ന് ഞാൻ സമയത്ത് സന്തോഷത്തോടെ ഓർക്കുന്നു. എല്ലാ മഹാടയും ഓർത്ത് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്യും. ഈ അടുത്ത നാളുകളിൽ നമുക്ക് ഏതാണ്ട് 10-ലധികം 12ഓളം മഹാടകളിൽ ബിഷപ്പുമാരില്ലായിരുന്നു. 2-3 മാസത്തിനിടയ്ക്ക് 10 അഭിവന്ദ്യ തിരുമേനിമാരെ അഭിഷേകം ചെയ്യപ്പെട്ടിട്ടുണ്ട്. ആ പുതുതായിട്ട് അഭിഷേകം ചെയ്യപ്പെട്ട എല്ലാ മഹാടകളെയും ബിഷപ്പുമാരെ നിങ്ങൾ ഓർക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുക. കേരളത്തിൽ നമുക്ക് 6 മഹാടകളിലാണ് ഉള്ളത്. 6 മഹാടകളിലെ 5 മഹാടകളിൽ ഇപ്പോൾ അഭിവന്ദ്യ തിരുമേനിമാർ ഉണ്ട്. 2 പുതിയ തിരുമേനിമാർ വന്നു. കൊല്ലം കൊട്ടാരക്കര മഹാടയ്ക്ക് അതുപോലെ തന്നെ കൊച്ചിൻ ഡയസിനാണ് 2 അഭിവന്ദ്യ തിരുമേനിമാർ വന്നത്. സൗത്ത് കേരള മഹാടയ്ക്ക് ഇനിയും ഒരു തിരഞ്ഞെടുപ്പ് വരാനിരിക്കുന്നു. ഫെബ്രുവരി മാസത്തിൽ അത് നടക്കത്തപ്പെടും എന്ന് നമ്മൾ കരുതുന്നു. അതിനുള്ള ഒരുക്കങ്ങൾ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. പ്രത്യേകിച്ച് സൗത്ത് കേരള മഹാടയും പ്രത്യേകമായി ഓർക്ക്. കേരളത്തിലെ ഏറ്റവും കൂടുതൽ അംഗങ്ങളുള്ള സഭാമക്കളുള്ള ഒരു മഹാടയാണ് സൗത്ത് കേരള മഹാട. പ്രത്യേകിച്ച് ആ മഹാടയും അവിടെ ഉള്ള കാര്യങ്ങൾ വളരെ അനുഗ്രഹമായി നടത്തപ്പെടുവാൻ നിങ്ങളുടെ ദൈനംദിന പ്രാർത്ഥനയിൽ ഓർക്കണമേ എന്ന് അറിയിക്കുകയും ചെയ്തു. നിങ്ങൾ നൽകിയ പൂച്ചെണ്ടുകളും പൂമാലകളും എന്താ പറയുക മറ്റേ കസവുമാലയും എല്ലാ അഭിനന്ദനങ്ങളും ഞാൻ എൻ്റെ കർത്താവിൻ്റെ തൃപ്പാദങ്ങളിൽ അർപ്പിക്കും. കാരണം കർത്താവിൻ്റെ ഒരു വേലക്കാരൻ എന്നുള്ള നിലയിലാണ് ഇതെല്ലാം എനിക്ക് ലഭിച്ചത്. അല്ലാതെ ഒന്നുമേ ഇല്ല. ഇല്ലെങ്കിൽ ഞാൻ ആരുമല്ല. തീർച്ചയായും കർത്താവിൻ്റെ ഒരു വേലക്കാരൻ എന്നുള്ള നിലയിൽ ഈ സ്ഥാനങ്ങൾ കിട്ടിയപ്പോൾ നിങ്ങൾ എന്നെ അല്ല ആദരിക്കുന്നത്, എന്നെ ഇങ്ങനെ ആക്കി തീർത്ത കർത്താവിനെ തന്നെയാണ് നിങ്ങൾ ആദരിക്കുന്നത്. മഹത്വമെല്ലാം കർത്താവ്. അതെൻ്റെ ഏതെങ്കിലും മിടുക്കോ കഴിവോ പ്രാപ്തിയോ ഒന്നുമല്ല. അതെല്ലാം ദൈവത്തിൻ്റെ കൃപയാണ് തീർച്ചയായിട്ടും. മാത്രമല്ല ഇതിങ്ങനെ ആദരിക്കണമെന്നോ സ്വീകരണം നൽകണമെന്നും നിങ്ങളോടാരും പറഞ്ഞതല്ല. എന്ത് ചെയ്യുന്നു? നിങ്ങൾ എല്ലാവരും കൂടി തീരുമാനിച്ചു. അത് എൻ്റെ മഹത്വമല്ല, നിങ്ങളുടെ മഹത്വമാണ്. ഒരു സഭാധ്യക്ഷൻ വരുമ്പോൾ അവർക്ക് അർഹമായ പ്രാധാന്യത്തോടെ സ്വീകരിക്കുക എന്നുള്ളത് അത് സ്വീകരിക്കുന്ന ആൾക്കാരുടെ മനസ്സിൻ്റെ നന്മയും അവരുടെ മഹത്വമാണ്. തീർച്ചയായിട്ടും പശുപ്പാറ സെൻറ് തോമസ് ഇടവകയിൽ ഇവിടെ വന്നു കൂടിയിരിക്കുന്ന സഭാമക്കളുടെ, സഭയ്ക്ക് നേതൃത്വം നൽകുന്ന പ്രിയ അച്ഛൻ്റെ, സഭയുടെ ഭരണസമിതി അംഗങ്ങളുടെ, നിങ്ങൾ എല്ലാവരുടെയും മഹത്വമാണ്. അത് ദൈവം നിങ്ങളെ അത് മാനിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തു. ഞങ്ങൾ കുടുംബമായി നിങ്ങളെ ഈ ക്രിസ്മസ് സീസണിൽ, ആഗമന നാളുകളിൽ, പ്രത്യേകിച്ച് ആദ്യവല പെരുന്നാളിൻ്റെ ഈ സുദിനങ്ങളിൽ നിങ്ങളെ ഞങ്ങൾ കുടുംബമായി അനുഗ്രഹിക്കുന്നു. എല്ലാവിധമായ ദൈവിക അനുഗ്രഹങ്ങളും നിങ്ങളുടെ മേൽ ദൈവം പകരുമാറാകട്ടെ. ഈ ദിവസങ്ങൾ നമുക്ക് പ്രത്യേകിച്ച് സഭയ്ക്ക് വളരെ പ്രധാനപ്പെട്ട ദിവസങ്ങളായിരുന്നു. വചനപ്രഘോഷണത്തിൻ്റെ, വചനകേൾവിയുടെ നാളുകളായിരുന്നു. പ്രിയപ്പെട്ട വിനീഷ് നമ്മുടെ മധ്യേ വന്നു. നമുക്ക് വളരെ സന്തോഷമാണ്. ഇന്ന് അച്ഛൻ ഈ ആരാധനയിൽ സംബന്ധിക്കുന്നു എന്നുള്ളത് വളരെ സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ്. ഇന്ന് ആരാധനയുടെ പ്രാരംഭ ഭാഗങ്ങൾ അച്ഛൻ തന്നെയാണ് നേതൃത്വം നൽകുന്നത്. നമ്മുടെ മാതൃ മഹാടകയാവുന്ന മതിയുള്ള മഹാടകയില അച്ഛൻ നമ്മുടെ അടുത്ത സഭാ ജില്ല, അച്ഛൻ്റെ സഭാ ജില്ല നമ്മുടെ അടുത്ത മഹാടയോട് ചേർന്ന് കിടക്കുന്നു എനിക്ക് തോന്നുന്നു.
അതിര് പങ്കിടുന്നു. മാത്രമല്ല, എനിക്ക് അച്ഛനെ അത്ര പരിചയമില്ലെങ്കിലും നമ്മുടെ ബഹുഭൂരിപക്ഷ അച്ഛന്മാർക്കും അച്ഛനെ നല്ല പരിചയമാണ്. അച്ഛനും അവരെല്ലാം നല്ല പരിചയമാണ്. പലപ്പോഴും അച്ഛന്മാരെ കാണുമ്പോൾ അവരെ പരസ്പരം സംസാരിക്കുന്ന വളരെ സുഹൃത്തുക്കളോ ഇടപെടുന്നു. ചിലപ്പോൾ ഞാൻ ഓർക്കും അവരെ എങ്ങനെയാണ് പരിചയം. ഞാൻ അവരെ പരിചയപ്പെടുത്തുമ്പോൾ ഒരു ഞങ്ങൾ നേരത്തെ അറിയാമെന്ന് പറയും. ഇവരൊക്കെ തമ്മിൽ വളരെ വളരെ സാധാരണ ഭാഷ പറഞ്ഞ ദോസ്തുക്കളാണ്. ധാരാളം സുഹൃത്തുക്കൾ നമ്മുടെ അച്ഛന്മാരൊക്കെ മധ്യകേരളത്തിലും അതുപോലെ തന്നെ സൗത്ത് കേരളയിലും കൊല്ലം കൊട്ടാരക്കര മഹാടയിലും മറ്റ് മഹാടകളിലും ഉണ്ട്. അത് തന്നെ വളരെ ഒരു കാര്യമാണ് തീർച്ചയായിട്ടും. കാരണം അവർ ആ സുഹൃബന്ധം നിലനിർത്തുന്നു. മറ്റൊരു സംഗതി പ്രധാനമായിട്ടും പറയാനുള്ളത്, ഇന്നലെ കൺവെൻഷൻ അവസാനിച്ചു. ദൈവവചന പ്രഘോഷണത്തിൻ്റെ ദിനങ്ങൾ ഇന്നലെ സമാപിച്ചു. അതുകൊണ്ട് ഇന്ന് കൺവെൻഷൻ്റെ ഒരു രീതിയില്ല. കാരണം അങ്ങനെ ഒരു പ്രസംഗം കേൾക്കാനല്ല നിങ്ങൾ വന്നതെന്ന് എനിക്കറിയാം. കാരണം ഇന്നലെ കൺവെൻഷൻ പ്രസംഗമൊക്കെ ഇങ്ങനെ തീർന്നു. ഒന്ന് അനീഷച്ചനാണ് നമ്മുടെ കേരളക്കരയിൽ ഈ കാലഘട്ടത്തിൽ എനിക്ക് ഏറ്റവും കൂടുതൽ അവധി എന്നോട് ചോദിക്കുന്ന അച്ഛനാണ്. വേറെ ഒന്നിനും വേണ്ടിയല്ല, വചനം പ്രഘോഷിക്കാനാണ്. അതുകൊണ്ട് ഞാൻ കണ്ണടച്ചെന്ത് ചെയ്യും, ഓക്കെ പറഞ്ഞങ്ങ് വിടുകയാണ് ചെയ്യും. ലീവ് തരണം എന്നും എല്ലാവരോടും പറഞ്ഞിട്ടുണ്ട്. നമ്മൾ മഹാടെ അവർ ഇടവക വിട്ടു പോകുമ്പോൾ എന്ത് ചെയ്യണം, ഒരു ദിവസം കൂടുതൽ അവർ പോവുകയാണെങ്കിൽ നിർബന്ധമായിട്ട് എന്ത് ചെയ്യണം, ലീവ് ആപ്ലിക്കേഷൻ തരണം എന്ന് പറഞ്ഞിട്ടുണ്ട്. ലീവ് ആപ്ലിക്കേഷൻ മേടിച്ച് പോകരുതെന്ന് പറയാൻ വേണ്ടിയല്ല, അവരെവിടെ പോകുന്നുവെന്ന് അറിയാൻ വേണ്ടിയാണ്. വേറൊരാൾ പറഞ്ഞ് എന്ത് ചെയ്യരുത്, ഞാൻ അറിയാൻ ഇടയായി തീരരുത്. അതുകൊണ്ട് നമ്മുടെ അച്ഛന്മാർ ഉപദേശിമാർ എവിടെയെല്ലാം പോകുന്നു, ഏതെല്ലാം ദിവസങ്ങളിൽ ആയിരിക്കുന്നു എന്ന് എനിക്ക് അറിയാൻ വേണ്ടിയാണ് അതങ്ങനെ ചെയ്യുന്നത്. അച്ഛൻ അത് കൃത്യമായിട്ടും ചെയ്യുന്നുണ്ട്. അവരോട് പറഞ്ഞിരിക്കുന്ന പോലെ പോയിട്ട് അന്ന് ഒരു ദിവസത്തിൽ കൂടുതൽ അതാത് ഇടവകളിൽ ഇല്ലെങ്കിൽ അവർ ലീവ് തരണമെന്ന് പറഞ്ഞിരിക്കുന്നു. അച്ഛൻ്റെ ലീവുകളായിരിക്കണം എനിക്ക് തോന്നുന്നു ലീവ് ആപ്ലിക്കേഷൻ ഫയലിൽ കൂടുതലായിട്ടുള്ളത്. മറ്റച്ഛന്മാരും കൊണ്ടിട്ടോ എങ്കിലും താരതമ്യപ്പെടുത്തുമ്പോൾ അച്ഛൻ തന്നെയാണ് കൂടുതലായി. അതിൻ്റെ താല്പര്യം എന്ന് വെച്ചാൽ നമ്മുടെ അച്ഛന്മാർ ദൈവവചനം പ്രഘോഷിക്കട്ടെ. തീർച്ചയായിട്ടും അത് വളരെ അത്യാവശ്യമാണ്. വളരെ പ്രാപ്തിയുള്ള, വളരെ ആധികാരികമായി വചനം പ്രഘോഷിക്കുന്ന, ശക്തമായ വചനം പറയുന്ന അച്ഛന്മാർ, ഓർഡൈൻ ചെയ്യപ്പെട്ട ആൾക്കാർ നമുക്കുണ്ടാകണം. ഉപദേശിമാർ നമുക്കുണ്ടാകണം. സഭാമക്കൾ നമുക്കുണ്ടാകണം. തീർച്ചയായിട്ടും അതുകൊണ്ടാണ് അത് പ്രോത്സാഹനം കൊടുക്കുന്നത്. അവരെക്കുറിച്ചുള്ള റിപ്പോർട്ടുകളൊക്കെയും എനിക്ക് പലരിൽ നിന്നും കിട്ടാറുണ്ട്. അതെല്ലാം ഓർത്ത് ഞാൻ ദൈവത്തിന് നന്ദി കരേറ്റുന്നു. നമ്മുടെ കൺവെൻഷൻ പ്രസംഗൻ പ്രിയമുള്ള അച്ഛനും ഇതുപോലെ വളരെ വലിയൊരു പ്രസംഗകനാണ്. ഈ രണ്ട് പ്രസംഗകരുടെ നടുവിൽ ഞാൻ നിൽക്കുമ്പോൾ അവരെ അനുകരിക്കാൻ എനിക്ക് പറ്റത്തില്ല. കാരണം അത് പിള്ളേർ പറഞ്ഞല്ല, അത് ലെവലൊന്നും വേറെയാണ്. കമ്പിവാചകത്തിൽ പറയണമെങ്കിൽ അത് അവർ പറയും, വിശാലമായിട്ട് പറയണമെങ്കിലും അവർ പറയും. എന്നെ സംബന്ധിച്ച് രണ്ടും പറ്റത്തില്ല. അതുകൊണ്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ കേട്ട വചനങ്ങളെ ഓർത്ത് ദൈവത്തിന് നന്ദി കരേറ്റുക. അച്ഛനിലൂടെ ദൈവം നമ്മളെ കേൾപ്പിച്ച ദൈവത്തിൻ്റെ വചനങ്ങൾ നമ്മുടെ ഹൃദയത്തിൽ നമുക്ക് അനുഗ്രഹമായി എക്കാലത്ത് നിലനിൽക്കട്ടെ. നമ്മുടെ വികാരി അച്ഛനെ ഓർത്ത് കൃത്യമായി പ്രാർത്ഥിക്കുക. അച്ഛൻ നമ്മുടെ വാട്സപ്പിലൂടെയൊക്കെ മെസ്സേജുകൾ നമ്മൾ കാണുന്നുണ്ട്. വളരെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ദൈവത്തിൻ്റെ അത്ഭുതമേറിയ വചനങ്ങളെ ധ്യാനിപ്പാനും പ്രസംഗിക്കാനൊക്കെയും അച്ഛന് സാധിക്കുന്നു. അതോടൊപ്പം തന്നെ കൺവെൻഷൻ യോഗങ്ങളിലും അച്ഛൻ പോയി പ്രസംഗിക്കുന്നുണ്ട്. നമ്മുടെ സൗത്ത് കേരളയിലും അതുപോലെ മധ്യ കേരളത്തിലും മറ്റ് മഹാടുകളിലൊക്കെയും പോയി അവർ വചന ശുശ്രൂഷ ചെയ്യുന്നുണ്ട്. അതെല്ലാം കേൾക്കുന്നവർക്ക് അനുഗ്രഹമായി തീരട്ടെ. അതിലൂടെയെല്ലാം ദൈവനാമം മഹത്വമെടുക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തു. പ്രത്യേകിച്ച് അച്ഛന് പ്രത്യേകമായ നന്ദി സ്നേഹ ഈ സമയത്ത് അറിയിക്കുകയും ചെയ്തു. നമ്മുടെ പ്രോജക്റ്റിൻ്റെ മാനേജരായിട്ടും അതുപോലെ തന്നെ വട്ടപ്പതാലിൻ്റെ ശുശ്രൂഷകനായിട്ടും സ്നേഹമുള്ള ജോയൽ സാർ നമ്മുടെ മധ്യമുണ്ട്. ജോയൽ സാറിന് മുമ്പ് ഒരു സാറുണ്ടായിരുന്നു. ആ സാറിനെ വിടാൻ നമുക്ക് മനസ്സില്ലായിരുന്നു. ഞാൻ പറഞ്ഞു വിട്ടേ പറ്റത്തുള്ളൂ. അങ്ങനെ ആ സാറിനെ നിങ്ങളെല്ലാവരും കൂടെ വിട്ടു. ഞാൻ പറഞ്ഞിട്ട് കേട്ടോ, ജോയൽ സാറിന് ഇങ്ങോട്ട് വരണമെന്ന് വലിയ ആഗ്രഹമൊന്നുമില്ലായിരുന്നു. പക്ഷേ ജോയൽ സാർ ഇരുന്നിടത്ത് പറഞ്ഞു ഒരു കാരണവശാലും അദ്ദേഹത്തെ വിടത്തില്ല എന്ന് അവരെല്ലാം കൂടെ പറഞ്ഞു. 2 പ്രാവശ്യം എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു സാറിനെ വിടാൻ പറ്റത്തില്ല. അപ്പം അങ്ങനെ പറഞ്ഞാൽ പറ്റത്തില്ല. സാറിനെ എനിക്ക് ആവശ്യമുണ്ട്, ഞങ്ങൾക്ക് ആവശ്യമുണ്ട്, ഇന്ന സ്ഥലത്ത് ആവശ്യമുണ്ട്, അതുകൊണ്ട് നിങ്ങൾ വിടരുത് മാത്രം എന്നോട് പറയരുത് എന്ന് പറഞ്ഞു. അവരതിനെ സമ്മതിച്ചു. സാറിവിടെ വന്നു. ഇടയ്ക്കിടയ്ക്ക് സാറിനോട് ചോദിക്കാറ്, സാർ എങ്ങനെയുണ്ട്, പോകുന്നു, സാർ ഇവിടെ എങ്ങാനും വരുന്നുണ്ടോ, ഞങ്ങളുടെ പിള്ളേരൊക്കെ കാണുന്നുണ്ടോ, ടീച്ചേഴ്സ് വല്ലതും പഠിപ്പിക്കുന്നുണ്ടോ എന്നൊക്കെ ചോദിക്കാറുണ്ട്. ഭയങ്കര ബുദ്ധിമുട്ടാണെന്ന് സാറ് പറയാറുണ്ട്. കാരണം പണ്ട് നമ്മൾ വളരെ
ഗംഭീരമായ രീതിയിൽ കാര്യങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരുന്നപ്പോൾ അതൊന്നുമില്ലാത്തതുകൊണ്ട് അതിൻ്റേതായ ബുദ്ധിമുട്ടുണ്ട് എന്ന് അത് അത്ര സാറിന് അറിയത്തില്ല. പക്ഷേ എനിക്കറിയാവുന്നതുകൊണ്ട് സാറ് പറയുമ്പോൾ അതെനിക്ക് വായിച്ചെടുക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. എങ്കിലും വട്ടപ്രധാനിലും ഇവിടെയും വന്ന് കാര്യങ്ങൾ നിർവഹിക്കുന്നതിന് പ്രത്യേകിച്ച് സാറിനോടുള്ള നന്ദിയും ഈ സമയത്ത് അറിയിക്കുന്നു. അദ്ദേഹം നല്ലൊരു പാട്ടുകാരൻ, നല്ലൊരു യൂത്ത് സംഘാടകനും സൺഡേ സ്കൂൾ അധ്യാപകനും എല്ലാമാണ്. യുവജനങ്ങളുടെ അവരുടെ പള്ളിയിൽ അദ്ദേഹത്തിൻ്റെ പള്ളി ഇടവക തന്നെയാണ് എൻ്റെ ഇടവക. അതുകൊണ്ട് എനിക്ക് വളരെ അദ്ദേഹത്തെക്കുറിച്ച് അറിയാം. പ്രത്യേകിച്ച് പ്രിയ ജോൽ സാറിൻ്റെ പ്രവർത്തനങ്ങൾ ദൈവം അനുഗ്രഹിക്കുകയും ആസ്വദിക്കുകയും ചെയ്യുമാറാകട്ടെ. സ്ഥിരീകരണ കുട്ടികളാണ് പിന്നത്തെ ആളുകൾ. ഇന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു ശുശ്രൂഷ ആയതുകൊണ്ട് അത് വേഗം തീർന്നാൽ ഓർക്കും ഇതാണ് പ്രധാനപ്പെട്ടതെന്ന് ഓർത്തു പോകും അല്ലേ? അങ്ങനെയല്ല. സാധാരണ നമ്മുടെ ആരാധന കമ്പനി സർവീസ് എത്ര മണിക്കൂർ എടുക്കും? ഇവിടുത്തെ കമ്പനി സർവീസ് എത്ര മണിക്കൂറാണ്? കൃത്യം 2 മണിക്ക് തീരുമോ? ഓക്കെ, 2 മണിക്കൂറെന്ന് അവിടെ കൈക്കാരനാണ് സെക്രട്ടറി കൈക്കാരനല്ലേ? കൈക്കാരൻ പറയുന്നത് 2 മണിക്കൂറേ ഉള്ളൂ തിരുമേനി ഇവിടെ കമ്പനി സർവീസ്. ഓക്കെ, ഈ സ്ഥിരീകരണ ശുശ്രൂഷയും 2 മണിക്കൂറുണ്ട്. അപ്പോൾ എത്ര മണിക്കൂറായി? 4 മണിക്കൂറായി. അത് മിനിമം ഒരു 10 പിള്ളേർക്കുള്ള സമയമാണ് 4 മണിക്കൂർ. ഇപ്പം ഇന്നിവിടെ എത്ര പിള്ളേരുണ്ട്? 25 അല്ലേ? 25 പേരുണ്ട്. ഒരാൾ ഇന്ന് വന്നില്ല, അല്ലെങ്കിൽ 26 പേര് കാണുന്നത്. 25 പേരുണ്ട്. 25 പേരെന്ന് പറയുമ്പോൾ സുമാർ ഒരു അരമണിക്കൂറിൻ്റെ കൂട്ടാം അല്ലേ? എങ്ങനെയെല്ലാം പോയാലും ഒരു 4.5 മണിക്കൂർ പോകും. അത് അച്ഛൻ പറഞ്ഞു. ഇപ്പോൾ തിരുമേനി വചന ശുശ്രൂഷ നടത്തും, കുട്ടികളെ പരിശോധിക്കും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലേ? അപ്പം പരിശോധന പറഞ്ഞാൽ ചോദ്യം ചോദിക്കാൻ തന്നെ അർത്ഥം. ചോദ്യം ചോദിക്കുമ്പോൾ എന്ത് ചെയ്യണം? ഉത്തരം പറയണം. ഉത്തരം പറയാൻ താമസിച്ചാലോ സമയം മുമ്പോട്ട് പിന്നെയും പോകും അല്ലേ? ഇത്രയും പഠിച്ച് നിങ്ങൾ വന്നിട്ട് ഒരു ചോദ്യമെങ്കിലും ഒരാളോടെങ്കിലും ചോദിച്ചില്ലെങ്കിലോ? ആരെയും ചോദ്യം പറയാൻ അവസരമില്ലാതെ, ചോദ്യം കേൾക്കാൻ അല്ലെങ്കിൽ ഉത്തരം പറയാൻ അവസരമില്ലാതെ വിടുന്നത് നിങ്ങൾക്ക് ഭയങ്കര വിഷമമുണ്ടാകും. അപ്പോൾ 24 മിനിറ്റ് ഒരു ചോദ്യം ഒരു ഉത്തരത്തിനും കൂടെ 1 മിനിറ്റ് എടുത്താലും എത്രയായി? 24 മിനിറ്റ് അല്ലേ? 2 ചോദ്യം എങ്ങാനും ചോദിച്ചു പോയെങ്കിലോ 1 മണിക്കൂർ സുമാർ പോയി. അപ്പം എങ്ങനെയെല്ലാം ആണെങ്കിലും അത് അഡ്വാൻസായിട്ട് പറഞ്ഞതെന്ന് വെച്ചാൽ അതിനൊരു തയ്യാറെടുപ്പ് എന്ത് ചെയ്യണം? മാനസികമായിട്ടൊരു തയ്യാറെടുപ്പ് വേണം എന്ന് പറയാൻ വേണ്ടിയാണ് അത് പറഞ്ഞത്. ആരാധനയ്ക്ക് ഇങ്ങോട്ട് ശുശ്രൂഷ കയറുന്നതിന് മുമ്പ് ഞാൻ ചോദിച്ചു, ഇത് കഴിയുമ്പോൾ സ്നേഹവിരുന്നോ അങ്ങനെ വലിയ സംവിധാനം ഉണ്ടോ എന്ന് ചോദിച്ചു. അപ്പുറം ഉണ്ടെന്ന് പറഞ്ഞു. സ്നേഹവിരുന്നുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നെ അയറ്റുമെന്ന് ഞാൻ ചോദിച്ചിട്ടുണ്ട്. അയറ്റം എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഞാൻ പറയുന്നില്ല, കാരണം നിങ്ങളുടെ മനസ്സ് ചിന്തകളെല്ലാം അങ്ങനെ പോയെങ്കിൽ അത് വലിയ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ഈ ശുശ്രൂഷ ചെയ്യുമ്പോൾ സ്നേഹവിരുന്നും ഉണ്ട്. എല്ലാം കൊണ്ടും വളരെ വളരെ അനുഗ്രഹിക്കപ്പെട്ട ഈ ദിവസം നിങ്ങളോടൊപ്പം ആയിരിക്കാൻ ഇടയായതിൽ അതിയായ സന്തോഷമുണ്ട്. ഈ പെരുന്നാൾ ശുശ്രൂഷയെക്കുറിച്ച് വളരെ നേരത്തെ എന്നോട് പറയുകയും എന്നെ ക്ഷണിക്കുകയും ചെയ്ത പ്രിയപ്പെട്ട വികാരിച്ചനും സഭയുടെ കൈക്കാരന്മാർ, കമ്മിറ്റി അംഗങ്ങൾ, കൗൺസിൽ മെമ്പർമാർ എല്ലാവരോടുമുള്ള എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി, സ്നേഹം ഈ സമയത്ത് ഞങ്ങൾ കുടുംബമായിട്ട് അറിയിക്കുകയും ചെയ്യും. ആദ്യവല പെരുന്നാൾ എനിക്ക് വളരെ സന്തോഷം തോന്നി. ഇപ്പോൾ ഈ കാലഘട്ടങ്ങളിലൊക്കെ നോക്കുമ്പോൾ പെരുന്നാൾ ഐറ്റംസ്, ആദ്യവല സമർപ്പണങ്ങൾ കുറഞ്ഞു വരുന്നതാണ് കാണുന്നത്. പക്ഷേ ഇന്നിവിടെ വന്നപ്പോൾ എനിക്ക് വളരെ സന്തോഷം തോന്നി. നിങ്ങൾ മാക്സിമം എന്ത് ചെയ്തിട്ടുണ്ട്? അതിൻ്റെ അകത്ത് സഹകരിച്ചിട്ടുണ്ട്. സാധനങ്ങൾ വാങ്ങിക്കൊണ്ടുവന്നിട്ടുണ്ട്. പറമ്പുകളിൽ നിന്ന് എടുത്തിട്ടുണ്ട്. അത് ഭൂമിക്ക് മുകളിലുള്ള ഫലങ്ങളുണ്ട്, ഭൂമിക്ക് അടിയിലുള്ള ഫലങ്ങളുണ്ട്. എല്ലാം കാണുന്നു. വളരെ വളരെ സന്തോഷം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. കാരണം ദിവസം ഇങ്ങനെയാണ് പെരുന്നാളിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. പുറപ്പാട് ദിവസം 23-ാം അധ്യായത്തിൽ 14-ാം വാക്യം തുടങ്ങി വായിക്കുമ്പോൾ ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്: സംവത്സരത്തിൽ 3 പ്രാവശ്യം എനിക്ക് ഉത്സവം ആചരിക്കണം, പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ ഉത്സവം ആചരിക്കണം. അങ്ങനെ പറഞ്ഞ് അവസാനം പറയാൻ ഇടയ്ക്ക് പറയുകയാണ്, എന്നാൽ വെറും കൈയോടെ നിങ്ങൾ എൻ്റെ മുമ്പാകെ വരരുത്. പെരുന്നാളിലൊക്കെ വരുമ്പോൾ എന്ത് ചെയ്യണം? വെറും കൈയോടെ വരരുത്. കയ്യിൽ എന്തെങ്കിലുമൊക്കെ ആയിട്ട് എന്ത് ചെയ്യാവുള്ളൂ? വരാവുള്ളൂ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് വളരെ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അത് തുറന്നു പറയുന്നു: വയലിൽ വിതച്ച വിതയുടെ ആദ്യഫലം എടുക്കുന്ന കൊയ്ത്തു പെരുന്നാളും ആണ്ടറതിയിൽ വയലിൽ നിന്ന് നിന്റെ വേലയുടെ ഫലം കൂട്ടിത്തീരുമ്പോൾ കായ്കനി പെരുന്നാളും ആചരിക്കണം. അപ്പോൾ ഇത് നമ്മൾ ഈ പെരുന്നാളാചരണം എന്തടിസ്ഥാനത്തിലാണ് ചെയ്യുന്നത്? എന്തടിസ്ഥാനത്തിലാണ്? ചോദ്യം എല്ലാവർക്കും കൂടെ ഉള്ളതാണ്, കുഴപ്പമില്ല. എന്തടിസ്ഥാനത്തിലാണ്? കുട്ടികൾ തന്നെ ആയിക്കോട്ടെ, എന്തടിസ്ഥാനത്തിലാണ് നമ്മൾ ചെയ്യുന്നത്? കൈക്കാരന്മാർ, കമ്മിറ്റിക്കാരുടെ കൂടി ശരി എന്നാൽ പെരുന്നാൾ വെച്ചേക്കാം, പൈസയൊക്കെ കുറവാണല്ലോ, ഒരു പെരുന്നാൾ വെച്ചേക്കാമെന്ന് വിചാരിച്ചാണോ? അല്ലല്ല. ഇത് ദൈവത്തിൻ്റെ കൽപ്പനയാണ്. ദൈവത്തെ ആരാധിക്കാൻ വരുമ്പോൾ എന്ത് ചെയ്യണം?
അർപ്പണങ്ങളുമായിട്ട് വരണം. നമുക്ക് എങ്ങനെയോ ചില സമയങ്ങളിലൊക്കെ ചില ആൾക്കാർക്ക് തോന്നാറുണ്ട് ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല, അല്ലേ, ഇതൊന്നും ആവശ്യമില്ലെന്ന് പറയാം. പക്ഷെ ഇത് പറയുന്ന ആവശ്യമുണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്. എങ്ങനെയാണ് ആവശ്യമുള്ളത് എന്ന് ഞാനിത് പിന്നീട് പറഞ്ഞു വരുമ്പോൾ പറഞ്ഞുകൊള്ളാം. കൈന പെരുന്നാൾ, അതിവില പെരുന്നാൾ തുടങ്ങിയുള്ള പെരുന്നാളിനെ കുറിച്ച് ഇവിടെ 3 പ്രധാനപ്പെട്ട പെരുന്നാളിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അതുകൂടാതെ ധാരാളം പെരുന്നാളുകളും ഇസ്രായേൽ മക്കൾ ആചരിച്ചതായി നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അത് എങ്ങനെ ആചരിക്കണം എന്നതിനെക്കുറിച്ച് വളരെ കൃത്യമായിട്ടുള്ള നിബന്ധനകൾ, കൽപ്പനകൾ എന്ത് ചെയ്തിട്ടുണ്ട്, ദൈവം ഇസ്രായേൽ മക്കൾക്ക് നൽകി എന്നുള്ളതും നമ്മൾ ശ്രദ്ധേയമാണ്. പ്രധാനപ്പെട്ട സംഗതി എന്ന് പറഞ്ഞാൽ ഇസ്രായേൽ മക്കൾ എന്തിനു വേണ്ടിയാണ് മിസ്രൈമിൽ നിന്ന് പോകുന്നത്, അല്ല എന്തും പറഞ്ഞാൽ പുറപ്പെടുവിച്ചത്? കുട്ടികളെ അറിയാമോ? എന്തും പറഞ്ഞാൽ അവിടുന്ന് വിടുവിച്ചത്? ദൈവത്തെ ആരാധിക്കാനാണ്. മിസ്രൈമിൽ നിന്ന് കഷ്ടത്തിൻ്റെ പ്രയാസത്തിൻ്റെ നടുവിൽ നിന്ന് ദൈവം അവരുടെ നിലവിളി കേട്ട് അവരെ പുറപ്പെടുവിച്ച് എന്തിനു വേണ്ടിയാ? ദൈവത്തെ ആരാധിപ്പാൻ, യഹോവയെ ആരാധിപ്പാൻ വേണ്ടിയാണ് പുറപ്പെടുവിച്ചത്, അല്ലേ? യഹോവയെ ആരാധിപ്പാൻ വേണ്ടി പുറപ്പെടുവിച്ച ജനത്തെ അവിടുന്ന് പുറപ്പെടുവിച്ച് കൊണ്ടുവന്നു. മരുഭൂമിയിൽ അവർ യാത്ര ചെയ്യുമ്പോൾ അവർ പുറപ്പെട്ട ഏതാണ്ട് 2 മാസം പൂർത്തിയാകുമ്പോൾ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, ഈ കൽപ്പന കൊടുക്കുന്ന നമുക്ക് കാണാം. ആ കൂട്ടത്തിലാണ് ഈ കാര്യം പറഞ്ഞിരിക്കുന്നത്. ദൈവ ആരാധനയ്ക്ക് വേണ്ടിയുള്ള കൽപ്പനകൾ കൊടുക്കുമ്പോൾ, നിബന്ധനകൾ കൊടുക്കുമ്പോൾ അതിൻ്റെ അകത്ത് പറഞ്ഞിരിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ഏത്? പെരുന്നാളുകൾ ആചരിക്കണം എന്ന് പറഞ്ഞിരിക്കുന്നത്. ഏതിൻ്റെ ഭാഗമാണ്? ദൈവ ആരാധനയുടെ ഭാഗമാണ്. ദൈവ ആരാധനയുടെ ഭാഗമാണ് പെരുന്നാളുകൾ. അങ്ങനെ തോന്നിയിട്ടുണ്ടോ? അങ്ങനെ തോന്നാത്തതാണ് നമുക്ക് ഏറ്റവും വലിയ കുഴപ്പം, അല്ലേ? ഇത് ദൈവ ആരാധനയുടെ ഭാഗമാണ്. അപ്പോൾ അത് ദൈവം പറഞ്ഞിരിക്കുന്ന പോലെ നമ്മൾ ചെയ്യേണ്ടതാണ്. അത് ധാരാളം വിശദമായിട്ടുള്ള കാര്യങ്ങൾ അതിനകത്തുണ്ട്. എങ്കിലും ഇപ്രകാരം ഓർത്തിരിക്കുക, നാം ഒരു അർപ്പണം അർപ്പിക്കുമ്പോൾ അതിൽ ആർക്ക് പ്രസാദം തോന്നണം? ദൈവത്തിന് പ്രസാദം തോന്നണം. അത് നമ്മൾ പ്രത്യേകിച്ച് ഓർക്കുക. അപ്പോൾ ദൈവത്തിൻ്റെ കൽപ്പനകൾ പ്രമാണിച്ചുകൊണ്ട് ദൈവ ആരാധന ഭാഗമായി നമ്മളിവിടെ അർപ്പണങ്ങളുമായി കടന്നു വന്നിരിക്കുകയാണ്. മനഃപൂർവ്വമായ അർപ്പണങ്ങളുമായിട്ട് കടന്നു വന്നിരിക്കാൻ നിങ്ങളെ എല്ലാവരെയും ദൈവം തൻ്റെ ധാരാളമായ അനുഗ്രഹങ്ങളാൽ നിറയ്ക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. അതോടൊപ്പം തന്നെ പെരുന്നാളുകൾ, ഉത്സവങ്ങളെല്ലാം കഴിഞ്ഞു പോകുമ്പോൾ അതിനിടയിൽ അതിൻ്റെ അകത്ത് പറഞ്ഞിട്ടുണ്ട്, ചില പ്രത്യേകമായ പെരുന്നാളുകൾ കൂടുമ്പോൾ അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഐറ്റം എന്ന് പറയുന്നത് ന്യായപ്രമാണം വായിച്ച് കേൾപ്പിക്കണം എന്നുള്ളത്. 7 വർഷം കൂടുമ്പോൾ അതിനെക്കുറിച്ചാണ് കൂടുതലായിട്ട് അതിൻ്റെ അത് പറഞ്ഞിരിക്കുന്നത്. ന്യായപ്രമാണം എന്ത് ചെയ്യണം? വായിക്കണം. ഉൽപ്പത്തി, പുറപ്പാട്, ലേവ്യ, സംഖ്യ, ആവർത്തനം എന്നീ പുസ്തകങ്ങൾ, മോശയുടെ പുസ്തകം എന്ത് ചെയ്യണം? ഈ ചില പ്രത്യേക പെരുന്നാളിൽ എന്ത് ചെയ്യണം? അത് ജനത്തെ വായിച്ച് കേൾപ്പിക്കണം, അത് വ്യാഖ്യാനിച്ചു കൊടുക്കണം. എന്തിനു വേണ്ടി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് പുത്തൻ തലമുറ, പുതിയ ജനം എന്ത് ചെയ്യണം? പുതിയ തലമുറക്കാരെ അത് വായിച്ച് അത് കേട്ട് മനസ്സിലാക്കണം. ഈ പിതാക്കന്മാർ ആരാധിച്ച ആ ദൈവത്തെ അതുപോലെ തന്നെ ആരാധിപ്പാൻ അവർക്ക് സാധിക്കണം. വിശ്വാസ കൈമാറ്റം എന്ന് വേണേൽ നമുക്കതിനെക്കുറിച്ച് പറയാം. വിശ്വാസ കൈമാറ്റം സാധിക്കേണ്ടത് വളരെ ആവശ്യമാണ്. അതിനുവേണ്ടിയാണ് അത് പറഞ്ഞിരിക്കുന്നത്, വായിക്കണം എന്ന് പറഞ്ഞിരിക്കുന്നത്. അതിനുവേണ്ടി തന്നെയാണ് നമ്മൾ CSI സഭകളിൽ പ്രത്യേകിച്ചും ആരാധനയിൽ വചന ശുശ്രൂഷയ്ക്ക് വളരെ പ്രധാനപ്പെട്ട സ്ഥാനമുണ്ട്. വചന ശുശ്രൂഷയ്ക്ക് വളരെ പ്രധാനപ്പെട്ട സ്ഥാനമുണ്ട്. നേരത്തെ ഒരിക്കൽ ഞാനിവിടെ വന്നപ്പോൾ പറഞ്ഞതാണ്, നമ്മളിവിടെ ഒരു വേദോസം സാധനം വെക്കാറുണ്ട്, അല്ലെങ്കിൽ അതിൻ്റെ വായനാപീഠത്തിൻ്റെ മുകളിൽ, പ്രാർത്ഥനാ പീഠത്തിൻ്റെ മുകളിൽ ഒരു പുസ്തകം, വേദോസം വെക്കാറുണ്ട്. എന്തിനു വേണ്ടിയാണെന്ന് പറഞ്ഞ് ഓർക്കുന്നുണ്ടോ? ഒരിക്കൽ ഞാനിവിടെ വന്ന് പറഞ്ഞതാണ്. ഈ പുൽപ്പിറ്റിൻ്റെ ഇതിൻ്റെ മുകളിലുള്ള ഇത് ഒരു വേദോസം ഇവിടെ വെച്ചിരിക്കും. അത് പുസ്തകമില്ലാതെ വരുന്ന അച്ഛന്മാർക്ക് അല്ലെങ്കിൽ ബിഷപ്പ്മാർക്ക് പ്രസംഗിക്കാനും നോക്കാനും വേണ്ടി മാത്രമല്ല, പിന്നെയോ ഇവിടെ ഈ വിരി കാറ്റ് പറപ്പിച്ചു കൊണ്ടാൻ വേണ്ടിയുമല്ല. പിന്നെ എന്തിനു വേണ്ടിയാ? ഇതിൻ്റെ മുകളിൽ വേറെ ഒന്നുമില്ല. നമ്മൾ നോക്കിയാൽ നമ്മുടെ ഇരിപ്പിടം, കൊയറുകാരുടെ ഇരിപ്പിടം, അച്ഛന്മാരുടെ മധുപാട് സെറ്റപ്പ്, ആ മേശ, അതിനേക്കാൾ ഒക്കെ ഉപരിയാണ് പ്രസംഗപീഠം. പ്രസംഗത്തിൻ്റെ മുകളിലാണ് എന്തിരിക്കുന്നത്? വചനം ഇരിക്കുന്നത്. വചനത്തിനാണ് ഏറ്റവും പ്രാധാന്യം. വചനപ്രഘോഷത്തിനുള്ള സ്ഥലവും ഇത് തന്നെ പ്രധാനപ്പെട്ട, എല്ലാവരും കേൾക്കാനും വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറയാനുള്ളതാണ്. അപ്പോൾ വചനപ്രഘോഷണത്തിന് വളരെ പ്രാധാന്യമുണ്ട്. അത് ദൈവത്തിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ ഉള്ളതാണ്. അപ്പോൾ ദൈവത്തിൻ്റെ വചനം വായിച്ച് അത് വ്യാഖ്യാനിച്ചു കൊടുക്കുന്ന രീതി ഈ പെരുന്നാളിലെ പ്രധാനപ്പെട്ട ഒരു കാര്യമായിരുന്നു. പ്രത്യേകിച്ച് എന്താണ് ചെയ്യേണ്ടതിനെക്കുറിച്ചുള്ള കാര്യങ്ങളെല്ലാം ആ പെരുന്നാളിൽ അവരത് വായിച്ച് കേൾപ്പിക്കുമായിരുന്നു. യേശുവിൻ്റെ കാലത്തും യേശുവും പെരുന്നാളിൽ പോയപ്പോൾ എന്ത് ചെയ്തു എന്നാണ് പറഞ്ഞിരിക്കുന്നത്? അവിടെ ശുശ്രൂഷകൻ എന്ത് ചെയ്തു?
വായിക്കാനായിട്ട് പുസ്തകം എടുത്ത് യേശുവിൻ്റെ അടുത്ത് കൊടുത്തു അല്ലേ. അന്നത്തെ ഒരു പ്രത്യേകതയായിരുന്നു. ഗുരുക്കന്മാർ, റബിമാരുള്ള ആൾക്കാർ വരുമ്പോൾ എന്ത് ചെയ്യും? പ്രധാനപ്പെട്ട ആൾക്കാർ വരുമ്പോൾ അവരോട് പറയും, വചനം വായിക്കാനായിട്ട് പറയും. ശുശ്രൂഷകൻ ചുരുളെടുത്ത് കൊടുക്കും, വായിക്കും. വായിച്ചിട്ട് അവരോട് ചോദിക്കും, ഇതിൻ്റെ നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനായിട്ട് എന്ത് ചെയ്യണം, അത് പറയണം എന്ന് പറയുമായിരുന്നു. അത് യേശുവിൻ്റെ കാലത്തും ഉണ്ടായിരുന്നു. യേശു ചുരുൾ വായിച്ചതിന് ശേഷം എന്ത് ചെയ്തു? ശുശ്രൂഷകനെ മടക്കി കൊടുത്തു. എല്ലാവരും യേശുവിൻ്റെ നേരെ നോക്കി. യേശു എന്നാ പറഞ്ഞു? പ്രസംഗം വല്ലതും എന്ന് പറഞ്ഞോ? കൂടുതലായിട്ട് പറഞ്ഞതിനെക്കുറിച്ച് പറഞ്ഞിട്ടില്ല. പറഞ്ഞു, ഇന്ന് നിങ്ങൾ ഈ വചനം കേൾക്കിയിൽ എനിക്ക് ഈ വചനത്തിന് നിവൃത്തി വന്നു എന്ന് പറഞ്ഞു. അന്ന് തൊട്ട് അവർക്ക് യേശുവിനോട് ബുദ്ധിമുട്ടുണ്ടായി എന്നാണ് രേഖപ്പെടുത്തി. ഞാൻ പറഞ്ഞത് അന്ന് തൊട്ടേ ഉള്ളൊരു അനുഷ്ഠാന രീതിയാണ് ഇത് അല്ലേ. അതുകൊണ്ട് ഇന്ന് വചന ശുശ്രൂഷയ്ക്ക് വളരെ പ്രധാനപ്പെട്ട സ്ഥാനവും ഉണ്ട്. സ്ഥിരീകരണം എന്ന് പറഞ്ഞാൽ എന്താ കുഞ്ഞുങ്ങളെ? സ്ഥിരീകരണം എന്ന് പറഞ്ഞാൽ എന്താ? ഉറപ്പിക്കുക. എന്തുറപ്പിക്കണം? ഓക്കെ മിടുക്കി. നമ്മുടെ ബപ്തിസ്മ സമയത്ത്, സ്നാന സമയത്ത് നമ്മുടെ മാതാപിതാക്കന്മാരും നമുക്ക് വേണ്ടി എടുത്ത പ്രതിജ്ഞകൾ എന്ത് ചെയ്യുന്നു? നമ്മൾ സ്വയമായിട്ട് ഏറ്റെടുക്കുന്ന അതിനാണ് സ്ഥിരീകരണം എന്ന് പറയുന്നത് അല്ലേ. ബഹുമാനുള്ള അച്ഛൻ നിങ്ങളുടെ പേര് വായിച്ചു കഴിഞ്ഞപ്പോൾ അച്ഛൻ അത് ഒരു ചെറിയൊരു പ്രബോധനം പോലെ പറഞ്ഞു അല്ലേ. നിങ്ങൾ എന്തിനാണ് ഇവിടെ വന്നത് എന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ. അന്ന് നിങ്ങളുടെ പേർക്ക് നിങ്ങളുടെ ജ്ഞാനാപിതാക്കന്മാരെടുത്ത പ്രതിജ്ഞകൾ നിങ്ങൾ സ്വയം ഏറ്റെടുക്കുന്നതിന് വേണ്ടിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. അതായത് നിങ്ങളുടെ സ്നാന സമയത്ത് നിങ്ങളുടെ മാതാപിതാക്കന്മാർ നിങ്ങൾക്ക് വേണ്ടി ചില കാര്യങ്ങൾ എടുത്തു അല്ലേ. സ്നാന സമയം എന്ന് പറയുന്നത് നമ്മുടെ സാധാരണ സ്ത്രീയാനത്തിൻ്റെ പ്രായം അനുസരിച്ച് 14 വയസ്സാണ് നമ്മുടെ മിനിമം പ്രായം എന്ന് പറയുന്നത്. ഒരുപക്ഷെ പ്രായം അതിൽ കൂടുതലുള്ള ആൾക്കാർ ചിലപ്പോൾ വന്നേക്കാം. സാധാരണ നമ്മുടെ കുഞ്ഞുങ്ങൾ ചെറുപ്രായത്തിൽ തന്നെയാണ് എന്ത് ചെയ്യുന്നത്? സ്നാനം ഏൽക്കുന്നത് അല്ലേ. സ്നാനം പെടുത്താനായിട്ട് കുഞ്ഞുങ്ങളെ അവിടെ കൊണ്ടുവരുമ്പോൾ സ്നാനം നടക്കുന്നത് സാധാരണ നമ്മുടെ പല രീതികളുണ്ട്. നമ്മുടെ രീതി അനുസരിച്ച് പ്രധാന വാതിലിൻ്റെ അവിടെയാണ് എന്ത് ചെയ്യുന്നത്? സ്നാന ശുശ്രൂഷ നടക്കുന്നത്. അവിടെ ആ കൊച്ചിനെ കൊണ്ടുവന്നപ്പോൾ സാധാരണ കുഞ്ഞായിരുന്ന ആ കൊച്ചിനെ സ്നാനം കഴിഞ്ഞപ്പോൾ കുഞ്ഞ് എന്തായിത്തീർന്നു? ആരായിത്തീർന്നു? പറഞ്ഞു. നിങ്ങൾ ഓർക്കറൊക്കെ ഉത്തരം പറയണം. എല്ലാ ചോദ്യങ്ങളും നിങ്ങളോടാ. ബാക്കിയുള്ളവർ ചോദിക്കുമ്പോൾ ഞാൻ അവരോട് പറഞ്ഞേക്കാം കേട്ടോ. പറഞ്ഞേ. സ്നാന സമയത്ത് സ്നാനം കഴിഞ്ഞപ്പോൾ നിങ്ങൾ ആരായിത്തീർന്നു? ഇച്ചിരി ഉറക്കെ പറയാമോ? ദൈവത്തിൻ്റെ വൈതിലായി ദൈവമക്കളായി തീർന്നു. പിന്നെ ആരായി തീർന്നു? ദൈവരാജ്യത്തിന് അവകാശികളായി തീർന്നു. ക്രിസ്തു എന്ന സഭയിലെ അംഗമായി തീർന്നു അല്ലേ. നമുക്ക് ഒത്തിരി പദവികൾ നമുക്ക് ലഭിക്കുന്നുണ്ടായി. ചുരുക്കം പറഞ്ഞാൽ ഇങ്ങനെ നമുക്കതിനെ ചുരുക്കാം. ആദ്യം പറഞ്ഞ പോലെ നമ്മൾ ആരായി തീർന്നു? ദൈവമക്കളായി തീർന്നു. വിശുദ്ധ ബപ്തിസ്മയിലൂടെ നമ്മൾ ആരായി തീർന്നു? ദൈവമക്കളായി തീർന്നു. അപ്പോൾ അതുവരെ നമ്മൾ ആരായിരുന്നു? സ്നാനത്തിന് മുമ്പ് ആരായിരുന്നു? അത് അച്ഛൻ ഞങ്ങളെ പഠിപ്പിച്ചില്ലല്ലോ അല്ലേ. അച്ഛൻ എന്ത് പഠിപ്പിച്ചു വെച്ചാൽ ഞങ്ങൾ കൃത്യം മണിമണിയായിട്ട് പറയുമെന്ന് എനിക്കറിയാം. അതുകൊണ്ടാണ് അച്ഛൻ പഠിപ്പിച്ചതിൽ നിന്ന്, അല്ലെങ്കിൽ സാറന്മാർ പഠിപ്പിച്ചതിൽ നിന്ന്, സൺഡേ സ്കൂൾ അധ്യാപകർ പഠിപ്പിച്ചതിൽ നിന്ന് നിങ്ങൾ എന്ത് പഠിച്ചു എന്നറിയാൻ വേണ്ടിയാണ് ഞാനിങ്ങനെയൊക്കെ ചോദിക്കുന്നത് കേട്ടോ. പഠിക്കൊന്നും വേണം. ഓക്കെ. അതുവരെ നിങ്ങൾ ആരായിരുന്നു? അതുവരെ നിങ്ങൾ സാധാരണ ഒരു കുഞ്ഞായിരുന്നു. സാധാരണ ഒരു മനുഷ്യക്കുഞ്ഞാണ് അല്ലേ. സാധാരണ ഒരു മനുഷ്യക്കുഞ്ഞാണ്. ദേവാലയത്തെ കൊണ്ട് നിങ്ങൾ ബപ്തിസ്മ കഴിഞ്ഞപ്പോൾ, സ്നാനം കഴിഞ്ഞപ്പോൾ നിങ്ങൾ ആരായി തീർന്നു? ദൈവകുഞ്ഞായി തീർന്നു. സാധാരണ ഒരു പൈതൽ ദൈവ പൈതലായിട്ട് മാറി. അതാണ് വ്യത്യാസം. അന്ന് തൊട്ട് നിങ്ങൾ ആരാണ്? ദൈവ പൈതലാണ്. ആരാണ്? ദൈവ പൈതലാണ്. വിശുദ്ധ ബപ്തിസ്മ കഴിഞ്ഞ എല്ലാവരും, വിശുദ്ധ സ്നാനം കഴിഞ്ഞ എല്ലാവരും ആരാണ്? ദൈവമക്കളായി തീർന്നതാണ്. അപ്പോൾ ഞാൻ ദൈവമകനാണ്, ഞാൻ ദൈവമകളാണ് എന്നുള്ള ബോധ്യം, ആ ബോധ്യത്തിൽ പൈതലിനെ ആൾ വളർന്നു വരിക എന്നുള്ളതാണ്, അല്ലെ അവരെ വളർത്തിക്കൊണ്ട് വരിക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി. അപ്പം അങ്ങനെ നിങ്ങളെ വളർത്തി നിങ്ങൾക്ക് 14 വയസ്സായപ്പോൾ നിങ്ങൾ എന്ത് ചെയ്തു? അവിടുന്ന് സ്നാനം കഴിഞ്ഞ് ഇവിടെ വന്നു. ഇവിടെ വന്നിട്ട് നിങ്ങളെ കരങ്ങളിലെടുത്ത് എന്ത് ചെയ്തു? ഈ സ്നാന ശുശ്രൂഷ കണ്ടിട്ടുണ്ടോ? കുട്ടികൾ ഇന്ന് ശരീരം കഴിഞ്ഞുള്ളവർ സ്നാനപ്പെടുത്തുന്നത് കണ്ടിട്ടുണ്ടോ? ഉണ്ടോ? കണ്ടിട്ടുള്ളവർ കൈപ്പൊക്കിക്ക്. കുട്ടികളിൽ
ശുശ്രൂഷ കണ്ടിട്ടുള്ളവർ ഉണ്ടോ? ചിലർ കണ്ടിട്ടുണ്ട്, ചിലർ കണ്ടിട്ടില്ല. അതുകൊണ്ടാണ് അഭിമന്യ കെ.ജി. ദാനിയേൽ തിരുമേനി അധ്യക്ഷനായിരുന്നപ്പോൾ പറഞ്ഞ് നിർബന്ധമായിട്ടും എന്ത് ചെയ്യണം? നിർബന്ധമായിട്ടും സ്നാന ശുശ്രൂഷകൾ എന്നേ നടത്താവൂ? ഞായറാഴ്ച ദിവസം ആരാധനയോട് ചേർന്നേ നടത്താവുള്ളൂ. അത് അങ്ങനെ തന്നെയാണ് നേരത്തെ പുസ്തകത്തിലുള്ളത്. പക്ഷേ ഇടക്കാലം കൊണ്ട് എന്ത് ചെയ്ത് ഞായറാഴ്ച നടത്താറില്ലായിരുന്നു. അതങ്ങനെ കൂടി വന്നപ്പോൾ തിരുമേനി പറഞ്ഞു അത് പറ്റത്തില്ല, എന്ത് ചെയ്യണം? ഞായറാഴ്ച തന്നെ നടത്തണം, ഇല്ലെങ്കിൽ അതിന് പ്രത്യേക അനുമതി വേണം എന്ന് പറഞ്ഞു. ഇപ്പോൾ അങ്ങനെ പ്രത്യേക അനുമതിയോടെയാണ് എന്ത് ചെയ്യുന്നത്? ഇട ദിവസങ്ങളിൽ സ്നാനം നടത്തുന്നത്. അല്ലാതെയുള്ള സ്നാനങ്ങളെല്ലാം എന്ന് നടക്കും? ഞായറാഴ്ച നടക്കും. നമ്മുടെ അച്ഛന്മാരും ഉപദേശിമാരൊക്കെ വളരെ 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 കണ്ണിക്കാട്ടുള്ള ആൾക്കാരാണ്. ഞായറാഴ്ച നടത്തിയാൽ മതിയല്ലോ, അല്ലേ? പക്ഷെ അതിനകത്ത് പ്രധാന വ്യവസ്ഥ എന്താ? ആരാധനയോട് ചേർന്ന് നടത്തുന്നത്. ഞായറാഴ്ച എല്ലാ സമയത്തും ആരാധന ഇല്ലല്ലോ. ഒന്നെങ്കിൽ ആരാധനയ്ക്ക് മുമ്പ് നടത്താം, അല്ലെങ്കിൽ ആരാധനയ്ക്ക് ശേഷം നടത്താം. അങ്ങനെ അവർ വ്യാഖ്യാനിച്ചെന്ത് ചെയ്യുന്നു? അവരങ്ങനെ പറയാറുണ്ട്. ചില കാര്യങ്ങളൊക്കെ അവിടെ വരാറുമുണ്ട്. ആരാധന സമയത്തല്ലാതെ നടത്തുന്നതിന് ഇപ്പോഴും എന്ത് ചെയ്യണം? പെർമിഷൻ വേണമെന്നാണ് നമ്മൾ കൊടുക്കാറുണ്ട്. കാരണം ഇതെന്താണ് അവിടെ നടക്കുന്നതെന്ന് നമ്മുടെ തലമുറയ്ക്ക് അറിയത്തില്ല. സ്നാനം എന്ന് പറഞ്ഞാൽ എന്താണ്, അവരെടുക്കുന്ന പ്രതിജ്ഞകൾ എന്താണെന്ന് ആർക്കും അറിയത്തില്ല. അതങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയാണ്. ഇതൊരു പഠിപ്പിക്കലിൻ്റെ ഭാഗം കൂടെയാണ്. നിങ്ങൾ അധികം പിള്ളേരും കുട്ടികളും കണ്ടിട്ടുണ്ട്. അത് നല്ല കാര്യം. അവിടുന്ന് സ്നാനമൊക്കെ എടുത്തതിന് ശേഷം കുഞ്ഞുങ്ങളെ ഇവിടെ കൊണ്ടുവന്ന് ആ കർത്തൃമേശയെ വെച്ച് നിങ്ങളെ സമർപ്പിക്കും. ദൈവത്തിന് എന്ത് ചെയ്തു? സമർപ്പിച്ചു. ദൈവത്തിന് വേണ്ടി സമർപ്പിച്ചു. നിങ്ങളെല്ലാവരും എന്ത് ചെയ്തിട്ടുണ്ട്? കുഞ്ഞു പിള്ളേരെല്ലാവരും എന്ത് ചെയ്തിട്ടുണ്ട്? എല്ലാം ഇവിടെ വന്ന് നിങ്ങൾ ഈ പതുവായി കയറി എന്ത് ചെയ്തിട്ടുണ്ട്? നിങ്ങളവിടെ സമർപ്പിച്ചിട്ടുണ്ട്. പ്രായമുള്ളവരൊക്കെയാണ് എന്ത് ചെയ്യും? അവരിവിടെ വന്ന് മുട്ടുകുത്തി എന്ത് ചെയ്യും? ഞങ്ങളെ തന്നെ സമർപ്പിക്കും. നിങ്ങളൊക്കെ ആരാണ്? നിങ്ങളെ ദൈവപൈതലായിട്ട് അവിടെ സമർപ്പിച്ചു, അല്ലേ? ദൈവത്തിനായിട്ട് സമർപ്പിച്ചു. ദൈവത്തിനായിട്ട് സമർപ്പിച്ചാൽ പിന്നെ അവരെവിടെ കാണണം? സ്തോത്രാഴ്ച കവറിൽ അവിടെ കൊണ്ടുവന്നല്ലേ? ഇനിയിപ്പോൾ അത് നിങ്ങൾക്ക് എടുത്തുകൊണ്ട് പോകാൻ പറ്റുമോ? പറ്റത്തില്ല. അതുപോലെ ഓരോ സാധനങ്ങൾ ഇവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടില്ല. ഇതേ സാധനങ്ങൾ എടുത്തുകൊണ്ടാൻ ഞാൻ കൊണ്ടുവന്നാൽ നമുക്ക് കൊണ്ടുപോകാൻ പറ്റുമോ? പറ്റത്തില്ല. അത് ദൈവത്തിൽ ദൈവാലയത്തിൽ സമർപ്പിച്ചല്ലേ? ദൈവത്തിന് വേണ്ടി സമർപ്പിച്ച കാര്യങ്ങളാണ്. നിങ്ങളൊക്കെ എന്ത് ചെയ്താണ്? ഇവിടെ സമർപ്പിച്ചതാ. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ നിന്ന് എന്ത് ചെയ്യാൻ പറ്റത്തില്ല? പോകാൻ പറ്റത്തില്ല. പക്ഷെ നിങ്ങൾ കുഞ്ഞുങ്ങളായിരുന്നു, അല്ലേ? അപ്പോൾ അതുകൊണ്ട് അച്ഛൻ എന്നാ ചെയ്തു? അച്ഛൻ പറഞ്ഞത് കുഞ്ഞുങ്ങളെ തന്നുവിടുകയാണ്. എന്ത് ചെയ്യണം? പൊന്നുപോലെ നോക്കിക്കോണം. കുഞ്ഞുങ്ങളെ ദൈവമക്കളാണ് ഇവരെ നിങ്ങൾ എന്ത് ചെയ്യണം? പൊന്നുപോലെ നോക്കിക്കോണം. ഒരു പോറൽ പോലും എന്ത് ചെയ്യരുത്? ഈ കൊച്ചിന് ഉണ്ടാകരുത് എന്ന് പറഞ്ഞാൽ തുടർന്ന് പറയുന്ന ചില കാര്യങ്ങളുണ്ട്. ദൈവ പൈതലായിട്ട് തന്നെ എന്ത് ചെയ്യണം? ഈ കൊച്ചിനെ വളർത്തണം. ഈ കൊച്ച് ആരാണ്? ഈ കൊച്ച് ദൈവ പൈതലായിട്ട് ദൈവത്തിന് വേണ്ടി സമർപ്പിക്കപ്പെട്ടിരിക്കുകയാണ്. പ്രായത്തിൽ ഹേതുവായി എന്ത് ചെയ്തിരിക്കുന്നു? വളർത്താൻ വേണ്ടി തന്നുവിടുകയാണ്. കൊച്ചിനെ എന്ത് ചെയ്യണം? ദൈവ പൈതലായിട്ട് വളർത്തണം. ഈ കൊച്ച് യാതൊരു വിധമായ മോശം പ്രവൃത്തികളിലും ഇടപെടാനോ മോശം സ്വഭാവത്തിലായി പോകാനോ ഇടയാകരുത്. അതിന് നിങ്ങൾ കാരണമാകരുത്, അല്ലേ? ഈ കൊച്ചിൻ്റെ മുമ്പിൽ വെച്ച് ഒരു ചീത്ത വർത്തമാനം എന്ത് ചെയ്യരുത്? നിങ്ങൾ പറയരുത്. ആരോടാ പറഞ്ഞതെന്നറിയാവോ? നിങ്ങളുടെ പപ്പായോടും മമ്മിയോടും നിങ്ങളുടെ ഡാഡിയോടും മമ്മിയോടും നിങ്ങളുടെ ജ്ഞാനമാതാക്കന്മാരും കൂടെയാണ് പറഞ്ഞിരിക്കുന്നത്. അവർ പറഞ്ഞു ഒരക്ഷരം വേണ്ടത്തില്ല. കൊച്ചിന് കേൾക്കാൻ കൊള്ളാത്ത ഒരു കാര്യം നിങ്ങൾ എന്ത് ചെയ്യത്തില്ലെന്ന് പറഞ്ഞു. ഈ കൊച്ചിൻ്റെ പിള്ളേരുടെ മുമ്പ് എന്ത് ചെയ്യരുത്? നിങ്ങൾ തമ്മിൽ അടികലാശകൾ അല്ലെങ്കിൽ അടികി അതുപോലെ വഴക്ക് അങ്ങനെയുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യരുത്? ചെയ്തേക്കരുത്. നിങ്ങൾ ചെയ്യരുത്. യാതൊരു വിധമായ ഞാൻ ആംഗ്യം കാണിച്ച നിങ്ങൾ കണ്ടാണ് അല്ലേ? ഒന്നും ചെയ്യല്ല ചാത്ത. ഞങ്ങൾ ഈ കൊച്ചിനെ എന്ത് ചെയ്താലാ? പൊന്നുപോലെ നോക്കിക്കോളാം. ഈ കൊച്ച് ഒരു നല്ല പൈതലായി വളരാൻ എല്ലാ സംവിധാനങ്ങളും ചെയ്തോളൂ. ഒന്നാമത് ഈ കൊച്ചിനെ സ്വർഗസ്ഥനായ ഞങ്ങളെ പിതാവെന്നുള്ള കർത്താവിൻ്റെ പ്രാർത്ഥന എന്ത് ചെയ്യണം? പഠിപ്പിക്കണം. ഓക്കെ, ചോദ്യം. കർത്താവിൻ്റെ പ്രാർത്ഥന നിങ്ങൾ അറിയത്തില്ലാത്തവരൊന്ന് കേൾപ്പിക്കുകയെ. സ്ഥിരീകരണ കുട്ടികളിൽ 25 പേരിൽ അവരോടാണ് ചോദ്യം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവ് എന്നുള്ള പ്രാർത്ഥന അറിയത്തില്ലാത്തവരെന്ന് കൈവയ്ക്കുകയെ. അതിന് മുമ്പ് പറയേണ്ട ഒരു കാര്യമുണ്ടായിരുന്നു. സത്യം മാത്രമേ എന്ത് ചെയ്യാവൂ? പറയാവൂ, അല്ലേ? സത്യം മാത്രമേ പറയാവുള്ളൂ. സത്യമേവ ജയതേ. സത്യമേവ ജയതേ. സത്യം മാത്രമേ പറയാവുള്ളൂ. ഓക്കെ. കർത്താവിൻ്റെ പ്രാർത്ഥന എല്ലാവർക്കും അറിയാം, അല്ലേ?
പിന്നെ കർത്താവിൻ്റെ പ്രാർത്ഥന ഈ കൊച്ചിനെ പഠിപ്പിക്കണം. 10 കൽപ്പന ഈ കൊച്ചിനെ പഠിപ്പിക്കണം. 10 കൽപ്പനയും കൊച്ചിനെ പഠിപ്പിക്കണം. ഓക്കെ, 10 കൽപ്പനയും അറിയാവുന്നവരൊന്ന് കൈവക്കിക്കേ. 10 കൽപ്പനയും ഞങ്ങൾ പഠിച്ചിട്ടാണ് വന്നേക്കുന്നത്. ഒന്ന് കൈവക്കിക്കേ. ഓക്കെ, കൈതാത്തല്ലേ. പിന്നെ പറഞ്ഞു വിശ്വാസ പ്രമാണം ഈ കൊച്ചിനെ പഠിപ്പിക്കണം. വിശ്വാസ പ്രമാണം. ഓക്കെ, എത്ര വിശ്വാസ പ്രമാണമുണ്ട്? ഏതെല്ലാം? ഓക്കെ, നിങ്ങൾക്കിതിൽ എത്ര വിശ്വാസ പ്രമാണം അറിയാം? 2 എണ്ണം. അപ്പോസ്തലിക വിശ്വാസ പ്രമാണവും നിക്കിയ വിശ്വാസം. ഈ 2 വിശ്വാസ പ്രമാണവും അറിയാവുന്നവരൊന്ന് കൈവക്കിക്കേ. അറിയത്തില്ലാത്തൊരു കൈപൊക്കിയിലും കുഴപ്പമില്ല, അറിയാവുന്നവരാണ് ചോദിക്കും. ഓക്കെ, എല്ലാവർക്കും അറിയാവുന്നതാണ് കൈപൊക്കിയെന്ന് മനസ്സിലാകുന്നത്. ഓക്കെ, കൈതാത്തിയിടാം. വിശ്വാസ പ്രമാണമായിട്ട് ബന്ധിപ്പിച്ച് പറയുമ്പോൾ ഈ വർഷം ഒരു പ്രത്യേകതയുണ്ടല്ലേ. അത് ഏത് വിശ്വാസ പ്രമാണമായിട്ട് ബന്ധപ്പെട്ട? നിക്കിയ വിശ്വാസ പ്രമാണം. നിക്കിയ വിശ്വാസ പ്രമാണം ഈ വർഷം തമ്മിൽ അതിൻ്റെ ബന്ധം എന്താ, പ്രത്യേകത എന്താ? നിക്കിയ വിശ്വാസ പ്രമാണത്തിൻ്റെ രൂപീകരണത്തിൻ്റെ 1700-ാം വർഷമാണ് ഇതല്ലേ. കഴിഞ്ഞ ദിവസവും പല സഭകൾ ചേർന്ന്, കാത്തലിക് സഭ ഉൾപ്പെടെയുള്ള സഭകൾ ചേർന്ന് എന്ത് ചെയ്തിട്ടുണ്ട്? നിക്കിയ വിശ്വാസ പ്രമാണത്തിൻ്റെ 1700-ാം വാർഷികം കൊണ്ടാടിയതായിട്ട് നിങ്ങൾ പത്രമാധ്യമങ്ങളിലൂടെ വായിച്ച് മനസ്സിലാക്കിയിട്ടുണ്ട്. നമ്മുടെ CSIയിലെ എല്ലാ ബിഷപ്പന്മാരും കൊച്ചമ്മമാരും കൂടെ കൂടി കഴിഞ്ഞ 2-3 മാസം മുമ്പ് ഈ നിക്കിയ എന്ന് പറയുന്ന സ്ഥലത്ത് പോയി വിശ്വാസ പ്രമാണം രൂപീകരിക്കപ്പെട്ട സ്ഥലങ്ങളൊക്കെ പോയി കാണുകയും അവിടെ നിന്ന് നിക്കിയ വിശ്വാസ പ്രമാണം ഒരുമിച്ച് ഞങ്ങളെല്ലാവരും കൂടെ ചൊല്ലുകയും പിന്നെ റോയ്സ് മല തിരുമേനി നിക്കിയ വിശ്വാസ പ്രമാണ രൂപീകരണത്തെക്കുറിച്ച് ഒരു സന്ദേശം, ഒരു ലെക്ചറിങ് നടത്തുകയും ചെയ്തു. അതും കൂടെ ഞാൻ ഈ സമയത്ത് ഓർക്കുന്നു. കർത്താവിൻ്റെ പ്രാർത്ഥന, 10 കൽപ്പന, വിശ്വാസ പ്രമാണം, ഇതേം പഠിപ്പിച്ച് ഒരു ക്രിസ്ത്യാനി തൻ്റെ ആത്മാവിൻ്റെ സൗഖ്യത്തിന് വേണ്ടി അല്ലെങ്കിൽ ആത്മാവിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി അറിഞ്ഞ് വിശ്വസിക്കേണ്ട സകല സംഗതികൾ ഈ കൊച്ചിനെ പഠിപ്പിച്ചുകൊള്ളണം. ഈ കാര്യങ്ങളെല്ലാം ചെയ്യുവാനും പഠിപ്പിക്കുവാനും നിങ്ങൾ ബദ്ധസ്ഥരായിരിക്കുമോ? ഒരു പദം അവിടെ ഉപയോഗിക്കുന്നുണ്ട്. ഈ കൊച്ച് നല്ലൊരു ക്രിസ്തീയ പൈതലായിട്ട് വളർന്നു വരാൻ, ദൈവ പൈതലായിട്ട് വളർന്നു വരാൻ സുഹൃത്തത്തോടെ വളർത്തപ്പെടണം എന്നാണ്. സുഹൃത്തത്തോടെ വളർത്തപ്പെടണമെന്ന് കരുതിക്കൊള്ളണമെന്ന് പറഞ്ഞു. അപ്പോൾ ചോദിച്ചു, അങ്ങനെ വളർത്തുമോ? വളർത്തുമെന്ന് പറഞ്ഞു. അതിനുശേഷം ഇതെല്ലാം പഠിപ്പിച്ചതിന് ശേഷം സ്ഥിരീകരിക്കാനായിട്ട് എപ്പിസ്കോപ്പയുടെ അടുക്കൽ കൊണ്ടുചെല്ലാനും നിങ്ങൾ കരുതിക്കൊള്ളണം. ഈ കൊച്ചിനെ ദൈവപരമായിട്ട് വളർത്തണം. ഈ കൊച്ചിനെ കർത്താവിൻ്റെ പ്രാർത്ഥന പഠിപ്പിക്കണം, 10 കൽപ്പന പഠിപ്പിക്കണം, വിശ്വാസ പ്രമാണം പഠിപ്പിക്കണം. അതിനുശേഷം എന്ത് ചെയ്യണം? സ്ഥിരീകരിക്കാനായിട്ട് എപ്പിസ്കോപ്പയുടെ അടുക്കൽ കൊണ്ടുചെല്ലാനും നിങ്ങൾ കരുതിക്കൊള്ളണം. എപ്പിസ്കോപ്പ് ആരാ? ബിഷപ്പ് അല്ലേ. ബിഷപ്പിൻ്റെ അടുത്ത് സ്ഥിരീകരണത്തിന് വേണ്ടി കൊണ്ടുവരാൻ നിങ്ങൾ കരുതിക്കൊള്ളണം. ഈ കാര്യങ്ങളെല്ലാം പഠിപ്പിക്കാനും ചെയ്യുവാനും നിങ്ങൾ ബദ്ധസ്ഥരായിരിക്കുമോ എന്ന് ചോദിച്ചു. അന്നേരം അവർ പറഞ്ഞു, തീർച്ചയായിട്ടും ഞങ്ങൾ ഈ കാര്യങ്ങളെല്ലാം ചെയ്തോളാം എന്ന് പറഞ്ഞ് ഇന്നേക്ക് 14 വർഷം മുമ്പ് എന്ത് ചെയ്തു? നിങ്ങളുടെ പപ്പായും മമ്മിയും ഞാൻ മാതാപിതാക്കന്മാരും കൂടെ നിങ്ങളെ കൊണ്ടുപോയതാണ്. ഇപ്പം എങ്ങനെ വന്നിരിക്കുന്നു? ഇതെല്ലാം പഠിച്ച് പാസ്സായി എന്ത് ചെയ്തിരിക്കുകയാണ്? സ്ഥിരീകരിപ്പാണ്ട് എപ്പിസ്കോപ്പയുടെ കൂടുതലാണ് അല്ലേ. ഒക്കെ കുഞ്ഞുങ്ങളുടെ മാതാപിതാക്കന്മാർ വന്നിട്ടുള്ള കൈവക്കിക്കേ. കുഞ്ഞുങ്ങളുടെ മാതാപിതാക്കന്മാർ കൈവക്കിക്കേ. ഓക്കെ, ജ്ഞാന മാതാപിതാക്കന്മാർ വന്നിട്ടുള്ളവർ കൈവക്കിക്കേ. ജ്ഞാന മാതാപിതാക്കന്മാർ. ഓക്കെ, പള്ളിക്ക് പുറത്തിരിക്കുന്ന എല്ലാവരും എനിക്ക് കാണത്തില്ല, സൈഡ് റൂമിൽ ഇരിക്കുന്നവരൊക്കെ കൈവക്കുന്നത് കാണാം. ഓക്കെ, കൈതാച്ചിട്ട് അവർ വളരെ സന്തോഷത്തോടെ നിങ്ങളുടെ പേരൻസും അതുപോലെ തന്നെ ജ്ഞാന മാതാപിതാക്കന്മാരും, ഞാൻ തകപ്പൻ, പിന്നെ ആരാ? ജ്ഞാനത്തായി, അവരെല്ലാവരും കൂടെ വന്നിരിക്കുകയാണ്. അവരുടെ മുഖത്ത് നോക്കിയ ഒരു ചെറിയൊരു ചിരി ഉണ്ട്, ഒരു സന്തോഷമുണ്ട്. കാരണം എന്താണ്? അവർ ഇതുവരെ നിങ്ങളെക്കുറിച്ചുള്ള ഉത്തരവാദിത്വം കൊണ്ട് എന്ത് ചെയ്തു? അങ്ങനെ ഇരിക്കുകയാണ്. ഇന്ന് നിങ്ങൾ കുറച്ച് മുമ്പ് പറഞ്ഞ പോലെ നിങ്ങൾ എന്ത് ചെയ്യാണ്? അന്ന് ഞങ്ങളുടെ മാതാപിതാക്കന്മാരും ജ്ഞാനപിതാക്കന്മാരും ഞങ്ങൾക്ക് വേണ്ടി എടുത്ത പ്രതിജ്ഞകൾ നിങ്ങൾ എന്ത് ചെയ്യുന്നു? ഇന്ന് സ്വയം ഏറ്റെടുക്കും. ഏറ്റെടുക്കുമ്പോൾ എന്താ പറയുന്നത്? ഞാനൊരു ദൈവവചനായിട്ട് ജീവിക്കും. ഞാൻ തന്നെ എടുക്കുകയാണ്. ഞാൻ ഒരു ദൈവവചനായിട്ട് എൻ്റെ ശിക്ഷകാലം ഞാൻ ജീവിക്കും. ഞാൻ കർത്താവിൻ്റെ ഒരു സാക്ഷിയായിട്ട് എന്ത് ചെയ്യും? ഞാൻ നിൽക്കും. ഞാൻ എന്ത് ചെയ്യത്തില്ല? യാതൊരു വിധമായ ലഹരി വസ്തുക്കളും ഞാൻ എന്ത് ചെയ്തില്ല? ഉപയോഗിക്കത്തേയില്ല. പിന്നെ ദൈവത്തിന് ഇഷ്ടമില്ലാത്തൊരു വാക്ക് എന്നിൽ നിന്ന്, എൻ്റെ വായിൽ നിന്ന് പുറപ്പെടത്തില്ല.
എല്ലാ വിശുദ്ധ ദിവസങ്ങളിലും ഞാൻ എന്ത് ചെയ്യും? പള്ളിയിൽ പോയി ദൈവത്തെ ആരാധിക്കും. എല്ലാ ദിവസങ്ങളിലും ഞാൻ എന്ത് ചെയ്യും? വിശുദ്ധ വേദപുസ്തകം വായിക്കും. ഓക്കെ, ഇന്ന് പള്ളിയിൽ വരുന്നതിന് മുമ്പ് വേദപുസ്തകം വായിച്ച കുട്ടികൾ ദൈവയ്ക്ക് ഇന്ന് പള്ളിയിൽ വരുന്നതിന് മുമ്പ് വേദപുസ്തകം വായിച്ചു. ഓക്കെ, ഏതാതില്ല, കുറച്ച് പേര് വായിച്ചിട്ടുണ്ട്, കുറച്ച് പേര് വായിച്ചിട്ടില്ല. ഇന്ന് പള്ളിയിൽ വരുന്നതിന് മുമ്പ് സ്വന്തമായിട്ട് പ്രാർത്ഥിച്ച് വരുന്ന ദൈവയ്ക്ക്. ഓക്കെ, ഏതാതില്ല. ചിലർ പ്രാർത്ഥിക്കുന്നത് വൈകുന്നേരമാണ്, ചിലർ വേദപുസ്തകം വായിക്കുന്നതും വൈകുന്നേരമാണ്. അതുകൊണ്ട് പള്ളിയിൽ വന്നാൽ ചിലപ്പം വായിക്കാൻ സമയം കിട്ടത്തില്ലായിരിക്കും. അങ്ങനെയായിരിക്കും പറഞ്ഞേക്കാം. നിങ്ങൾ എല്ലാ ദിവസവും പ്രാർത്ഥിക്കുകയും എല്ലാ ദിവസവും വേദപുസ്തകം വായിക്കുകയും ചെയ്യുന്നവർ എന്ന് കരുതും. ഓക്കെ, ഇന്ന് രാവിലെ കുടുംബ പ്രാർത്ഥനയിൽ പങ്കെടുത്തിരുന്ന കൈവകിക്കേ. കുടുംബ പ്രാർത്ഥന പറഞ്ഞാൽ വീട്ടിൽ പപ്പായും മമ്മിയും മക്കളെല്ലാവരും കൂടെ ചേർന്നുള്ള വല്യപ്പനും വല്യമ്മയൊക്കെ ഉണ്ട്, അവർ എല്ലാവരും കൂടെ ചേർന്നുള്ള പ്രാർത്ഥനയാണ്. അങ്ങനെ ഇന്ന് രാവിലെ പ്രാർത്ഥനയിൽ പങ്കെടുത്തിരുന്ന കൈവകിക്കേ. ഓക്കെ, ആരുമില്ല? ആരെങ്കിലും ഉണ്ടോ ഇന്ന് രാവിലെ കുടുംബ പ്രാർത്ഥനയിൽ പങ്കെടുത്തവർ? ചോദ്യം ശ്രദ്ധിച്ച് കേൾക്കണം. ഇന്ന് രാവിലെ കുടുംബ പ്രാർത്ഥനയിൽ പങ്കെടുത്തവർ കൈവക്കിക്ക് ഒരാളുണ്ട്. ഓക്കെ, ഏതായാലും ഇന്നലെ വൈകുന്നേരം കുടുംബ പ്രാർത്ഥനയിൽ പങ്കെടുത്തവർ കൈവക്കിക്ക്. ഇന്നലെ വൈകുന്നേരം കുടുംബ പ്രാർത്ഥനയിൽ പങ്കെടുത്ത കുട്ടികൾ 3. ഓക്കെ, മിനിഞ്ഞാന്ന് വൈകുന്നേരം കുടുംബ പ്രാർത്ഥനയിൽ പങ്കെടുത്തതിന് മിനിഞ്ഞാന്ന് വൈകുന്നേരം. അച്ഛാ എന്നോട്ട് കൺവെൻഷൻ തുടങ്ങിയത്? അച്ഛൻ മുൻകൂർ ജാമ്യം പറഞ്ഞു, നിങ്ങളെല്ലാവരും ഇവിടെയാണ്. ഓക്കെ, അച്ഛൻ നിങ്ങളെ എന്ത് ചെയ്തിരിക്കുന്നു? താൽക്കാലികമായിട്ട് രക്ഷപ്പെടുത്തിയിരിക്കുകയാണ് അല്ലേ? ഓക്കെ, ഞാൻ ചോദിച്ചതിന് ചോദ്യത്തിൻ്റെ സാരം നിങ്ങൾക്ക് മനസ്സിലായി കാണും എന്ന് വിചാരിക്കും അല്ലേ? വേറൊരു ചോദ്യം ചോദിക്കട്ടെ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്നുള്ള പ്രാർത്ഥന ഇന്ന് ചൊല്ലി വരുന്ന കൈവയ്ക്കുക. ഇന്ന് പള്ളിയിൽ വരുന്നതിന് മുമ്പ് ചൊല്ലി വരുന്ന കൈവയ്ക്കുക. ഇന്ന് പള്ളി വരുന്നതിന് മുമ്പ്. ഓക്കെ, കുറച്ച് പേര് പ്രാർത്ഥന ചൊല്ലിയിട്ട് കുറച്ച് പേര് ചൊല്ലി. ഇന്നലെ ആ പ്രാർത്ഥന ചൊല്ലി വരും. ഇന്നലെ പള്ളിയിൽ വരുന്നത് വീട്ടിൽ വെച്ചിരുന്ന കുട്ടിയാണ്, പള്ളിയിൽ വന്ന് ചൊല്ലുന്നല്ല. അറിയാതെ പേർ. ഓക്കെ, ഒരാഴ്ചയിൽ എത്ര തവണ നിങ്ങൾ ഈ പ്രാർത്ഥന ചൊല്ലും? സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്നുള്ള പ്രാർത്ഥന എത്ര തവണ നിങ്ങൾ പ്രാർത്ഥിക്കും ഒരാഴ്ചയിൽ? 15 തവണ. 15 തവണ പ്രാർത്ഥിക്കാൻ ലഭിക്കേ. പ്രൈസ് ലോർഡ്. എഴുതത്തില്ല. ഓക്കെ, 7 തവണ പ്രാർത്ഥിക്കുന്നത് ലഭിക്കേ. ഓക്കെ, അതിൽ 4 പേരുണ്ട്. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഞാൻ ഈ ചോദിച്ച ചോദ്യമെല്ലാം അത് ചില സന്ദേശങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, അവിടെ പകരുന്നുണ്ടല്ലേ? അപ്പോൾ കുടുംബ പ്രാർത്ഥനയെക്കുറിച്ച് പറയുമ്പോൾ പ്രാർത്ഥിക്കാൻ കുഞ്ഞുങ്ങൾ പഠിക്കേണ്ടത് എവിടുന്ന് പഠിക്കണം? നമ്മുടെ വീടിൽ നിന്ന് പഠിക്കണം. കർത്താവിൻ്റെ പ്രാർത്ഥന, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്നുള്ള പ്രാർത്ഥന കുട്ടികൾ എവിടുന്നാണ് പഠിക്കേണ്ടത്? വീടിൽ നിന്നാണ് പഠിക്കേണ്ടത്. ആരാ പഠിപ്പിക്കേണ്ടത്? പപ്പായും മമ്മിയാണ് പഠിപ്പിക്കേണ്ടത് അല്ലേ? വീട്ടിൽ ആദ്യം കുഞ്ഞുങ്ങൾ പഠിക്കേണ്ട പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ ഏതാണ്? സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്നുള്ള പ്രാർത്ഥനയാണ് പഠിക്കേണ്ടത്. അത് പഠിച്ചിട്ട് വേറൊരു പ്രാർത്ഥന അവർ പഠിക്കാൻ പാടുള്ളൂ. ഓക്കെ, ആദ്യം അവർ പഠിക്കേണ്ട വാക്യം എവിടുന്നാണ് പഠിക്കേണ്ടത്? സൺഡേ സ്കൂളിൽ ശിശുവപ്പിൽ നിന്നാണോ? അതോ ബാലവപ്പിൽ നിന്നോ? അതോ സ്ഥിര ക്ലാസ്സിൽ നിന്നോ? വീട്ടിൽ നിന്നാണ് പഠിക്കേണ്ടത്. നമുക്കിന്ന് എങ്ങനെ ഒരു അബദ്ധധാരണയുണ്ട്, കുഞ്ഞുങ്ങളെ വേദം പഠിപ്പിക്കേണ്ട ചുമതല ആർക്കാണ്? അത് പള്ളിക്കാർക്കാണ്, സൺഡേ സ്കൂളിലാണ് അല്ലേ? എൻ്റെ കൊച്ചു വേദോസം പാടിച്ചില്ല എങ്കിൽ എൻ്റെ ഉത്തരവാദിത്തം ആർക്കാണ്? പള്ളിയിലെ സൺഡേ സ്കൂളുകാർക്കാണ്, അധ്യാപകർക്കാണ്. ഇനിയിപ്പോൾ സൺഡേ സ്കൂൾ അധ്യാപനം എനിക്ക് ഇഷ്ടമല്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യുന്നില്ല, എൻ്റെ കൊച്ചിനെ ആ അധ്യാപനം പഠിപ്പിക്കുന്ന ക്ലാസ്സിൽ വിടത്തുമില്ല. ചിത്രം പൂർത്തിയായി അല്ലേ? എന്ത് സംഭവിക്കുന്നു? കുഞ്ഞുങ്ങൾ വേദവചനത്തെക്കുറിച്ച് യാതൊരു അറിവില്ലാത്തവരുടെ പോവുകയാണ് ചെയ്തത്. പക്ഷേ ഞാനിപ്പോൾ പറഞ്ഞ കാര്യങ്ങളായിട്ടൊന്ന് ബന്ധിപ്പിച്ച് നോക്കുമ്പോഴും വിശുദ്ധ തിരുവെഴുത്ത് നമ്മൾ വായിക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് ദൈവത്തിൻ്റെ വചനവും ദൈവമാർഗ്ഗവും എല്ലാം അവർ അടിസ്ഥാനപ്പെടേണ്ടത് എവിടെയാണ്? അവർ വീട്ടിൽ നിന്നാണ് പഠിക്കേണ്ടത്. വീട്ടിൽ നിന്നാണ് പഠിക്കേണ്ടത്. കർത്താവിൻ്റെ പ്രാർത്ഥന ചൊല്ലിപ്പഠിപ്പിക്കേണ്ടതല്ല, നമ്മൾ ചൊല്ലുന്നത് കേട്ട് അവർ പഠിക്കേണ്ടതാണ്. കർത്താവിൻ്റെ പ്രാർത്ഥന കുഞ്ഞുങ്ങളെ ചൊല്ലി പഠിപ്പിക്കേണ്ടതല്ല, നമ്മൾ പേരൻസ് പ്രായമുള്ളവർ ചൊല്ലുന്നത് കേട്ട് അവർ പഠിക്കേണ്ടതാണ്. വിശ്വാസ പ്രമാണം നമ്മൾ പ്രാർത്ഥനയിൽ ചൊല്ലുന്നത് കേട്ട് അവർ എന്ത് ചെയ്യണം? പഠിക്കണം. അതവർ പള്ളിയിൽ വരുന്നതിന് മുമ്പേ, സൺഡേ സ്കൂളിൽ ചേരുന്നതിന് മുമ്പേ അവർക്ക് പഠിക്കാണ്ട് സാധിക്കും. ആ ഒരു
പഠന രീതിയിലേക്ക് നമ്മൾ തിരികെ പോകണം. ചുരുക്കം ഇതാണ്, നമ്മുടെ വീടുകളിൽ നമ്മൾ എന്ത് ചെയ്യണം? ദൈവത്തെ പാടണം, ദൈവത്തെ മഹത്വപ്പെടുത്തണം, സ്തുതിക്കണം, ദൈവത്തിൻ്റെ വചനങ്ങൾ വായിക്കണം, കൽപ്പനകൾ എന്ത് ചെയ്യണം? നമ്മൾ വായിക്കണം, പഠിക്കണം, അല്ലേ? ഓക്കെ. കൽപ്പന ആദ്യമായിട്ട് ഏത് പുസ്തകത്തിലാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്? വേദപുസ്തകത്തിൽ പുറപ്പാട് അധ്യായം 20. അത് കഴിഞ്ഞ് പിന്നെ എവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്? പുറപ്പാട് കഴിഞ്ഞാൽ പിന്നെ എവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്? ആവർത്തനം അധ്യായം 5. പുറപ്പാട് പുസ്തകത്തിൽ കൽപ്പനകൾ മോശ മുഖാന്തരം ദൈവം നൽകി, അല്ലേ? അതെങ്ങനെയാണ് നൽകിയത്? എന്തിലാണ് ആ കൽപ്പനകളൊക്കെ എഴുതപ്പെട്ടിരുന്നത്? കൽപ്പലകയിൽ, അല്ലേ? കൽപ്പലകയിൽ എന്താണ് എഴുതാൻ കാരണം? മാന്യവാതിരിക്കാനാണ്. വളരെ വളരെ പ്രധാനപ്പെട്ടതാണ്, അല്ലേ? നിങ്ങൾക്കറിയാം, വളരെ വളരെ പ്രധാനപ്പെട്ടതാണ് ആ കൽപ്പനകൾ. നമ്മുടെ പള്ളിയുടെ ഫ്രണ്ടിലൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്? നമ്മൾ കല്ലിൽ എഴുതി വെച്ചിട്ടുണ്ട്, അല്ലേ? ഈ പള്ളി എന്നാണ് തുടങ്ങിയത്, എന്നാണ് പ്രതിഷ്ഠിച്ചത്, ആരാണ് പ്രതിഷ്ഠിച്ചത്, കല്ലിട്ടത് ആരാണ്, ആരായിരുന്നു അന്നത്തെ അച്ഛന്മാർ, കൈക്കാരന്മാർ തുടങ്ങിയ കാര്യങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട്, അല്ലേ? നമുക്കറിയത്തില്ല, അല്ലേ? അന്നുള്ളവർക്ക് അറിയാം, പക്ഷേ പിന്നീട് വരുന്ന തലമുറയ്ക്ക് അറിയത്തില്ല. അതുകൊണ്ട് ഇന്നുള്ളവർ മാത്രമല്ല, വരാനുള്ള അനേക തലമുറകൾ അറിയാൻ വേണ്ടി, മനസ്സിലാക്കാൻ വേണ്ടിയാണ്, ഈ വഴിയെ പോകുന്ന എല്ലാവരും മനസ്സിലാക്കാൻ വേണ്ടിയാണ് എന്ത് ചെയ്തിരിക്കുന്നത്? മാഞ്ഞു പോകാതെ കല്ലിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ കൽപ്പനകൾ ദൈവം ഇസ്രായേൽ മക്കൾക്ക് കൊടുത്തത് കല്ലിൽ എഴുതി കൊടുത്തു, അല്ലേ? കല്ലിൽ എഴുതി കൊടുത്തെങ്കിൽ അത്രയും പ്രാധാന്യം അതിന് ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കും. മനസ്സിലായല്ലോ? ഓക്കെ. ഇന്ന് വായിച്ച 1-ാം പാഠം ഏത് പുസ്തകത്തിലായിരുന്നു? കേട്ടില്ല? ഹെസ്കേൽ പ്രവാചനം, അല്ലേ? അത് ആ വായിച്ച ഭാഗത്ത് എന്താ പറഞ്ഞിരിക്കുന്നത്? ഈ കൽപ്പനയെക്കുറിച്ച് വല്ലതും പറയുന്നുണ്ടോ? കൽപ്പനയോ കല്ലോ എഴുത്തോ ഓർക്കുന്നുണ്ടോ? വായിച്ച് ഓർക്കുന്നുണ്ടോ? നോക്കരുത്. ഓർക്കുന്നുണ്ടോ? ഇല്ല. അവിടെ പറഞ്ഞിരിക്കുന്നത് ആ കല്ലിൽ എഴുതിയ കൽപ്പനകൾ എന്ത് ചെയ്യുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്? നിങ്ങളുടെ ഹൃദയങ്ങളിൽ എഴുതുമെന്നാണ് പറഞ്ഞത്, അല്ലേ? നിങ്ങളുടെ ഹൃദയമൊക്കെ എങ്ങനെയായിപ്പോയി? കല്ലായിപ്പോയി. ഹൃദയം കല്ലായിപ്പോയി. കല്ല് പോലുള്ള ഹൃദയമായിരിക്കുന്നു. ഏത്? അന്ന് കൽപ്പന എഴുതി വെച്ചിരിക്കുന്ന കല്ല് പോലെ ആയിപ്പോയി നിങ്ങളുടെ ഹൃദയം. അതുകൊണ്ട് എന്ത് ചെയ്യാൻ പോകുന്നു? ആ കല്ല് പോലുള്ള ഹൃദയം ഞാൻ മാംസ ഹൃദയമാക്കും. കല്ല് പോലുള്ള ഹൃദയത്തെ എന്താക്കും? മാംസളമായിട്ടുള്ള ഹൃദയമാക്കും. പിന്നെ ആ കല്ലിൽ എഴുതിയിരിക്കുന്ന വചനങ്ങൾ എന്ത് ചെയ്യും? ആ മാംസഹൃദയത്തിൽ എന്ത് ചെയ്യും? എഴുതും. എഴുതിയിട്ട് വെറുതെ ഇരിക്കുകയല്ല, ഞാൻ എൻ്റെ ആത്മാവിനെ നിങ്ങളുടെ മേൽ പകരും. ഈ മാംസളമാകുന്ന ഹൃദയത്തിൽ എഴുതിയിരിക്കുന്ന കൽപ്പനകൾ അനുസരിച്ച് നടപ്പാൻ എന്ത് ചെയ്യും? ഈ ആത്മാവ് നിങ്ങളെ സഹായിക്കും. അതാണ് ഹെസ്കേൽ പ്രവചനം പറഞ്ഞത്. അപ്പോൾ കല്ലിൽ എഴുതിയ കൽപ്പനകൾ ദൈവം എന്ത് ചെയ്തിരിക്കുന്നു? എന്താണ് അത് ഉദ്ദേശിച്ചത്? ആ കൽപ്പനകൾ വായിച്ച് പഠിച്ച് ധ്യാനിച്ച് അതിൻ പ്രകാരം ജീവിക്കണമെന്ന് ദൈവം ആഗ്രഹിച്ചു ഇസ്രായേൽ മക്കളെക്കുറിച്ച്. അത് അങ്ങനെ സംഭവിക്കാതെ വന്നപ്പോൾ എന്ത് ചെയ്തു? ദൈവം പറഞ്ഞു, ഇനി എന്ത് ചെയ്യും? ഇനി കല്ലിൽ ഇരിക്കുകയല്ല, ആ കൽപ്പനകൾ എന്ത് ചെയ്യും? ഹൃദയത്തിൽ എഴുതുമെന്ന് പറയും. ഹൃദയത്തിൽ മാത്രം ഇരുന്നാൽ പോരാ, പിന്നെ അതനുസരിപ്പാനുള്ളൊരു ശക്തിയും ഞാൻ എന്ത് ചെയ്യും? തരും എന്ന് പറഞ്ഞു. അതാണ് നമ്മുടെ ഈ സ്ഥിരീകരണ സമയത്ത് നമ്മൾ ചെയ്യുന്ന അതിൻ്റെ ആകമാനമായുള്ള കാര്യം. നമ്മൾ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ നമുക്കവിടെ കാണാൻ സാധിക്കും, കർത്താവിനെ രക്ഷകനായി സ്വീകരിച്ച് ദൈവപക്ഷമായി തീർന്ന ആളുകളെ ദൈവത്തിൻ്റെ നാമത്തിൽ എന്ത് ചെയ്യുന്നു? കർത്താവിൻ്റെ നാമത്തിൽ അവരെന്ത് ചെയ്യുന്നു? അവരെ കൈവച്ച്, അപ്പോസ്തലന്മാർ കൈവച്ച് പ്രാർത്ഥിച്ചു. പരിശുദ്ധാത്മാവിൻ്റെ ശക്തി അവർ വന്നു. അവരെന്ത് ചെയ്തു? അവർ പിന്നെ ഒരിക്കലും പിന്മാറിപ്പോയില്ല. ആ ദൈവശക്തിയിൽ എന്ത് ചെയ്തു? അവർ പോയി. അവർ കേട്ട വചനം അനുസരിപ്പാനുള്ള കൃപ ആര് കൊടുത്തു? ദൈവം തൻ്റെ പരിശുദ്ധാത്മാവിനെ എന്ത് ചെയ്തു? നൽകി എന്ന് പറഞ്ഞിരിക്കുന്നു. അപ്പോൾ ഇന്ന് നിങ്ങൾ പഠിച്ച ഈ കൽപ്പനകളൊക്കെ അതെവിടെ ഇരിക്കണം? ഇനി 10 കൽപ്പന പുറപ്പാട് പുസ്തകത്തിൽ, ആവർത്തന പുസ്തകത്തിൽ ഇരുന്നാൽ പോരാ, പിന്നെയോ അവിടെ ഹൃദയത്തിൽ ഇരിക്കണം, അല്ലേ? നമ്മുടെ ഹൃദയത്തിൽ ഇരിക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഹൃദയം എന്ന് പറഞ്ഞാൽ, അല്ലേ? ഹൃദയം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഇത്രയും മുഴുപ്പുള്ള ഈ ഹൃദയത്തിൽ കൽപ്പനയല്ലേ ഇരിക്കൂ, അല്ലേ? ഹൃദയത്തിൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഉള്ളിൽ, അല്ലെങ്കിൽ നമ്മുടെ മനസ്സിൽ, അല്ലെങ്കിൽ നമ്മുടെ ബുദ്ധിയിൽ, എങ്ങനെ വേണമെങ്കിൽ നമുക്ക് അതിനെക്കുറിച്ച് പറയാം. നമ്മുടെ ഉള്ളിലെ മനുഷ്യൻ എന്ന് നമുക്ക് പറയാം. കുറെ കൂടെ എളുപ്പത്തിന് അതിന്
ആലങ്കാരികമായിട്ട് ഉപയോഗിച്ചിരിക്കുന്നതാണ് ഹൃദയത്തിൽ എന്ന് പറഞ്ഞിരിക്കുന്നത്. നമ്മുടെ ഉള്ളിൽ എന്തുണ്ടായിരിക്കണം? ഉള്ളിൽ ഈ കൽപ്പനകൾ ഉണ്ടായിരിക്കണം. ഉള്ളിലുള്ള കൽപ്പനകൾ എന്ത് ചെയ്യണം? അതനുസരിച്ച് വേണം നമ്മുടെ ജീവിതം ക്രമപ്പെടുത്താൻ. അതാണ് എൻ്റെ സാരം. നമ്മുടെ ആരാധനയെ വളരെ വളരെ പ്രത്യേകമായ രീതിയിലാണ് CSI ആരാധന ക്രമീകരിക്കപ്പെട്ടിരിക്കുന്നത്. ഇന്ന് അച്ഛൻ ആരാധന ഭാഗം എടുത്തപ്പോൾ ഈ കൽപ്പന സംബന്ധിച്ച് എന്തെങ്കിലും പറഞ്ഞോ? നമ്മുടെ ഗസ്റ്റ് അച്ഛനാണ് ആ ഭാഗമൊക്കെ എടുത്തത് അല്ലേ? എന്തെങ്കിലും പറഞ്ഞോ അച്ഛൻ കൽപ്പനയുമായിട്ട് ബന്ധപ്പെട്ട്? ഓർക്കുന്നുണ്ടോ? കുട്ടികൾ ഓർക്കുന്നുണ്ടോ? എന്തെങ്കിലും പറഞ്ഞായിരുന്നോ? പറഞ്ഞായിരുന്നോ? ഉണ്ടെങ്കിൽ ഉണ്ടെന്ന് പറ. ഉറക്കെ പറഞ്ഞാലേ എനിക്ക് കേൾക്കത്തുള്ളൂ. ഉണ്ടോ? പറഞ്ഞായിരുന്നോ? എന്നാ പറഞ്ഞു? എന്നാ പറഞ്ഞു? അയ്യോ, ഞങ്ങൾ സ്ഥിരീകരണം ഉറപ്പിക്കാനുള്ള തർക്കം ഇത് ചെയ്തു. ഞങ്ങളതൊന്നും കേട്ടേ ഇല്ല. ഉറപ്പിക്കണമല്ലോ ഓർത്ത് എന്ത് ചെയ്തു? അതൊന്നും കേട്ടില്ലല്ലേ? പറഞ്ഞു. അച്ഛൻ പറഞ്ഞത് സാധാരണ ഇതിൽ 2 രീതി നമ്മൾ ആരാധന എടുക്കുന്നുണ്ട്. ഒന്ന്, കൽപ്പനകൾ മുഴുവനായിട്ട് എന്ത് ചെയ്യും? പറയും. 10 കൽപ്പനകളും പറയും അല്ലേ? അല്ലാത്ത സാധാരണ എന്ത് ചെയ്യും? കൽപ്പനകളെ ചുരുക്കം പറയും അല്ലേ? കൽപ്പന ചുരുക്കം എങ്ങനെയാ പറഞ്ഞേ? നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു അരുളി ചെയ്ത പ്രകാരം ന്യായപ്രമാണത്തിൻ്റെയും പ്രവാചകന്മാരുടെയും ചുരുക്കം എന്ന് പറഞ്ഞ എന്നാ പറഞ്ഞു? ഇസ്രായേൽ കേൾക്കാം. എൻ്റെ ദൈവമായ കർത്താവ് ഏകർത്താവാകുന്നു. നീ കർത്താവിനെ നീ പൂർണ്ണതയോടെ, പൂർണ്ണ മനസ്സോടെ, പൂർണ്ണാത്മാവോടെ, പൂർണ്ണശക്തിയോടെ സ്നേഹിക്കണം. പിന്നെ ഇതാവുന്നു ഒന്നാമത്തെ കൽപ്പന. നിന്നെപ്പോലെ തന്നെ നിന്റെ കൂട്ടുകാരനെ സ്നേഹിക്കണം. ഇതാണ് 2ാമത്തെ കൽപ്പന. ഈ 2 കൽപ്പനകളിൽ സകല ന്യായപ്രമാണവും പ്രവാചകന്മാരും അടങ്ങിയിരിക്കും. ന്യായസംഘക്കാരെല്ലാം കൂടെ എന്നാ പറഞ്ഞു? അന്നേരം അവരുടെ മുഖത്തേക്ക് നോക്കും. അവരെന്നാ പറഞ്ഞു? അല്ല, നിങ്ങളെന്നാ പറഞ്ഞു? അയ്യോ, നിങ്ങളെന്നാ പറഞ്ഞു അന്നേരം? ഈ കൽപ്പനയെ കാപ്പാൻ ഞങ്ങളുടെ ഹൃദയങ്ങളെ അടക്കണമേ അല്ലേ? കുറേ പേര് പറഞ്ഞു അല്ലേ? അതിൽ കൊയറുകാർക്ക് അത് ഒഴിവാക്കാൻ പറ്റത്തില്ല. കാരണം അതിനുവേണ്ടി, അത് പറയാൻ വേണ്ടി മാത്രം രീതിയിലാണ് നമ്മളവരെ അവിടെ പ്രദർശിച്ച് വെച്ചിരിക്കുകയാണ്. ഉത്തരവാദിത്തം മുഴുവൻ ആർക്കാണ്? അവർക്കാണ്. അതിൽ അവരാണെങ്കിലും എന്ത് ചെയ്തു? വരെ നമ്മളും ചില ആൾക്കാരുടെ ചേർന്നത് അല്ലേ? എന്നാൽ ഈ കൽപ്പന കാക്കുവാൻ എന്ന് പറഞ്ഞാൽ അനുസരിപ്പാൻ, ഈ കൽപ്പനകൾ അനുസരിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ എന്ന് പറഞ്ഞു. 10 കൽപ്പന ഓരോന്നോരോന്നായിട്ട് വായിക്കുമ്പോൾ അതിനകത്ത് പറയുന്നത് ഓരോ കൽപ്പന വായിച്ചിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? ഈ കൽപ്പന അനുസരിപ്പാൻ സഹായിക്കണമെന്ന് പറയുന്നു. ഓക്കെ, ചോദ്യം ഇതാണ്, എന്തിനാണ് ആരാധന സമയത്ത് ഇത് പറയുന്നത്? എൻ്റെ ചോദ്യം. അല്ല, എന്തിനായിരിക്കും? വേറെ പല പള്ളിയിൽ ആരാധന ഉണ്ടല്ലേ? അവിടെ ഈ കൽപ്പന വായനയും പരിപാടിയിലും ഉണ്ടോ? എനിക്കറിയത്തില്ല. നിങ്ങൾ പോയിട്ടില്ലാത്തതുകൊണ്ട് നിങ്ങൾക്ക് അറിയത്തില്ല. എനിക്കറിയാം. അറിയാമോ? അത്രയും സമയം പോയല്ലേ? നമുക്കിവിടെ വരുന്ന അന്നേരം കൈയടിക്കണം, പാട്ട് പാടണം, പ്രസംഗം കേൾക്കണം, പോകണം. അത്രയും മതിയായിരുന്നു. പിന്നെ ഇടയ്ക്ക് ഇതൊക്കെ എന്തിനാ വെച്ചത്? എന്തിനായിരിക്കും? എന്തിനാണ് വിശുദ്ധ സംസർഗമുള്ള ഞായറാഴ്ചകളിൽ കൽപ്പന വായിക്കുന്നതും ഇങ്ങനെയൊക്കെ പറയുന്നതും എന്തിനു വേണ്ടി? ഓക്കെ, അതവിടെ നിൽക്കട്ടെ. ഇത് എപ്പോഴാണ്? അത് വായിച്ച് കഴിഞ്ഞ് പിന്നെ എന്തായിരുന്നു? നിങ്ങൾ ഇത് പറഞ്ഞു കഴിഞ്ഞപ്പം ബിഷപ്പ് എന്നെ പറഞ്ഞു, നിങ്ങളൊരു പ്രാർത്ഥനയൊക്കെ പ്രാർത്ഥിച്ചല്ലേ? പ്രാർത്ഥനയൊക്കെ പ്രാർത്ഥിച്ചിട്ട് അതിനുശേഷം ബിഷപ്പ് ചില കൃപാമൊഴികളൊക്കെ എന്ന് പറഞ്ഞു അല്ലേ? കൃപാമൊഴികളൊക്കെ പറഞ്ഞ് പാപക്ഷമ പറഞ്ഞല്ലേ? മനഃപൂർവ്വമായിട്ട് ഒരുത്തൻ തെറ്റുകുറ്റങ്ങളെ ഏറ്റു പറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ ദൈവം എന്ത് ചെയ്യുന്നു? നിങ്ങൾക്ക് പാപത്തിന് വിടുതൽ നൽകും, ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞു അല്ലേ? നിങ്ങളുടെ പാപങ്ങളെല്ലാം എന്ത് ചെയ്തു? ക്ഷമിക്കട്ടെ എന്ന് പറഞ്ഞു. പാപമോചന അറിയിപ്പ് എന്നാണ് അത് പറയുന്നത് അല്ലേ? പാപം ഏറ്റു പറഞ്ഞതിന് ശേഷം പാപമോചന അറിയിപ്പ് പ്രാപിച്ചു കഴിഞ്ഞാൽ, കേട്ടുകഴിഞ്ഞാൽ എന്തായി? നമ്മളൊക്കെ പിന്നെ ആരാണ്? ഒരു മനുഷ്യനെ അശുദ്ധനാക്കുന്നത് എന്താ? ഒരു ദൈവവൈദ്യനെ അശുദ്ധനാക്കുന്നത് എന്താ? പാപമാണ്. പാപം ഏറ്റു പറഞ്ഞാൽ പിന്നെ എന്തായി? പാപമില്ലെങ്കിൽ ആരാണ്? വിശുദ്ധരാണ് അല്ലേ? ചോദ്യം ഇതാണ്. നമ്മളെല്ലാം എന്ത് ചെയ്തിരിക്കുന്നു? ഇന്ന് കൽപ്പനയും വായിച്ച് കേട്ടു, പാപവും ഏറ്റു പറഞ്ഞിട്ട് എന്ത് ചെയ്തു? പാപമോചനവും പ്രാപിച്ചല്ലേ? ഇപ്പം നമ്മളൊക്കെ ആരാണ്?
മാത്രമേ കേൾക്കത്തുള്ളൂ. നമ്മളാരാ? ആണോ? അതെല്ലാവരും കൂടെ ചോദ്യം കേട്ടോ, കുട്ടികളുടെ മാത്രമല്ല. ആണോ? അതിന് ധൈര്യക്കുറവല്ലേ? വളരെ ശ്രദ്ധിക്കണം. ദൈവത്തിൻ്റെ അടുത്ത് വരുന്നവൻ ദൈവം ഉണ്ടെന്ന് വിശ്വസിക്കണം. ദൈവം ഉണ്ടെന്ന് വിശ്വസിക്കുന്ന ദൈവത്തിൻ്റെ വചനങ്ങളിൽ വിശ്വസിക്കണം. ദൈവത്തിൻ്റെ വചനങ്ങളിൽ, ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങളിലും എന്ത് ചെയ്യണം? വിശ്വസിക്കണം. പാപമേറ്റ് പറഞ്ഞാൽ എന്ത് ചെയ്യുന്നു? പാപം നമ്മളോട് ക്ഷമിക്കുന്നൊരു ദൈവമാണ് നമുക്കുള്ളത്, അല്ലേ? അങ്ങനെയെങ്കിൽ നമ്മൾ പാപമേറ്റ് പറഞ്ഞാൽ നമ്മൾ ആരായി തീർന്നു? വിശുദ്ധരായി തീർന്നു, അല്ലേ? നിങ്ങളെല്ലാവരും ആരാണ്? വിശുദ്ധരാണ്. മനഃപൂർവ്വമായി പാപങ്ങളെ ഏറ്റു പറഞ്ഞ് ഉപേക്ഷിക്കുന്നവനെല്ലാം ആരാണ്? വിശുദ്ധരാണ്. ആരാധനയ്ക്ക് ഇവിടെ വന്ന നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നു? തിരികെ പോകുമ്പോൾ നമ്മളൊക്കെ ആരാണ്? വിശുദ്ധരാണല്ലേ? ആ ഒരു ചിന്ത നിങ്ങളുടെ മനസ്സിൽ ഉണ്ടായിരിക്കണം. ഓക്കെ, ഒന്നുകൂടെ അതിനെക്കുറിച്ചൊന്ന് വിശദീകരിച്ച് പറയാം. കൽപ്പനകൾ എന്തിനായിരിക്കും? പാപം ഏറ്റു പറയുന്നതിന് മുമ്പ് കൽപ്പന വായിക്കുന്നത് എന്തിനായിരിക്കും? നിങ്ങൾ എന്ത് മനസ്സിലാക്കുന്നു? കുട്ടികൾ പറഞ്ഞാൽ എന്ത് മനസ്സിലാക്കും? ഞാനിപ്പോൾ പറഞ്ഞ അനുസരിച്ച് എന്താണ് നിങ്ങൾ അതിൽ നിന്ന് മനസ്സിലാക്കുന്നത്? കൽപ്പനകൾ പറഞ്ഞതിന് ശേഷമാണ് പാപം ഏറ്റു പറയാനായിട്ട് പറയുന്നത്. എന്തായിരിക്കും അതിൻ്റെ ആശയം? നിങ്ങൾ കൽപ്പന പഠിച്ചിട്ടുണ്ട്, വേദപുസ്തകത്തിൽ എവിടെ കിടക്കുന്നത് അറിയാം, ഓരോ കൽപ്പന അറിയാം, വിശ്വാസപ്രമാണം അറിയാം, എല്ലാം അറിയാം. ഓക്കെ, ചോദ്യം ഇതാണ്: കൽപ്പന വായിച്ചതിന് ശേഷം പാപം ഏറ്റു പറയാനുള്ള അവസരം എന്തിനാണ് CSI ആരാധനക്രമത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്? അല്ലെങ്കിൽ നമ്മൾ എന്തിനാണ് ചെയ്യുന്നത്? അല്ലെങ്കിൽ എന്തിനായിരിക്കും? നമ്മൾ മനസ്സിലാക്കണം, ഒരു മനുഷ്യൻ്റെ ജീവിതം ദൈവവുമായുള്ള ബന്ധത്തിൽ ഈ 10 കൽപ്പനകളിൽ സംക്ഷിപ്തമാണ്. അവൻ്റെ ആത്മീക, ഭൗതിക, സാമൂഹിക, രാഷ്ട്രീയ രംഗങ്ങളിലുള്ള മൊത്തം ജീവിതമായിട്ട് ബന്ധിപ്പിച്ചാണ് എന്ത് ചെയ്തിരിക്കുന്നത്? ഈ കൽപ്പനകൾ നൽകപ്പെട്ടിരിക്കുന്നത്. അത് മനസ്സിലാക്കണമെങ്കിൽ അതിൻ്റെ വിശദീകരണം എന്ത് ചെയ്യണം? വായിച്ചു നോക്കണം. പുറപ്പാട് പുസ്തകം 20-ാം അധ്യായം തൊട്ട് നമ്മൾ 34-ാം അധ്യായം വരെയും തുടർന്നുള്ള പ്രവാചക പുസ്തകങ്ങളും മോശയുടെ ഗ്രന്ഥങ്ങളും നമ്മൾ വായിക്കുമ്പോൾ തന്നെ അതിനകത്ത് പറഞ്ഞിരിക്കുന്ന മുഴുവനും എന്താണ്? ഒരു മനുഷ്യൻ എങ്ങനെ ജീവിക്കണം എന്നുള്ളതാണ്, അല്ലെങ്കിൽ കൽപ്പനകളുടെ വ്യാഖ്യാനമാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. യേശു പറഞ്ഞപ്പോൾ അത് തന്നെയാണ് പറഞ്ഞത്. ഈ 2 ന്യായപ്രമാണങ്ങളിൽ എന്തടങ്ങിയിട്ടുണ്ട്? ഈ 2 കൽപ്പനകളിൽ സകല ന്യായപ്രമാണവും പ്രവാചകന്മാരും അടങ്ങിയിട്ടുണ്ട്. ന്യായപ്രമാണം എന്ന് പറയുന്നത് ഉൽപ്പത്തി, പുറപ്പാട്, ലേവ്യ, സംഖ്യ, ആവർത്തനം. ഈ 2 കൽപ്പനയിൽ ഏതെല്ലാം അടങ്ങിയിട്ടുണ്ട്? മോശയുടെ 5 പുസ്തകങ്ങൾ അടങ്ങിയിട്ടുണ്ട്, പിന്നെ പ്രവാചകന്മാർ അടങ്ങിയിട്ടുണ്ട്, അല്ലേ? അപ്പോൾ ഈ 2 കൽപ്പനയുടെ അർത്ഥവും വ്യാപ്തിയും നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ ഏതെല്ലാം നമ്മൾ പഠിക്കണം? കൽപ്പന ഒന്നാമത് പഠിക്കണം, രണ്ടാമത് മോശയുടെ പുസ്തകം മുഴുവൻ പഠിക്കണം, ഉൽപ്പത്തി തൊട്ട് ആവർത്തനം വരെ പഠിക്കണം, പിന്നെ പ്രവാചകന്മാർ പറയണം, അല്ലേ? എസ്കേൽ പ്രവാചകൻ ഇന്ന് വായിച്ചു. എസ്കേലുണ്ട്, യെരമ്യാവുണ്ട്, യെശയ്യാവുണ്ട്, ആമോസുണ്ട്, ദാനിയേലുണ്ട്, ഹോശയുണ്ട്, യോവേൽ, സകല പ്രവാചകന്മാരുണ്ട്, അല്ലേ? അതിൻ്റെ അകത്ത് എല്ലാം അടങ്ങിയിരിക്കുന്നു എന്നാണ് പറഞ്ഞത്. അല്ലെങ്കിൽ ഈ 2 കൽപ്പനയുടെ പൊരുൾ, അർത്ഥം നമുക്ക് മനസ്സിലാകണമെങ്കിൽ അതും കൂടെ വായിച്ച് മനസ്സിലാക്കിയാലേ പറ്റത്തുള്ളൂ. അപ്പോൾ വെറുതെ നമ്മളിവിടെ വന്നു ഒരു കൽപ്പന പഠിച്ചു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അറിയണമെങ്കിൽ എന്ത് ചെയ്യണം? അതെന്തുമാത്രം നീണ്ടു പരന്ന് വ്യാപിച്ചു കിടക്കുന്നു എന്ന് മനസ്സിലാകണമെങ്കിൽ ഈ പുസ്തകങ്ങളെല്ലാം നമ്മൾ വായിച്ച് പഠിക്കണം. ഉദാഹരണം ഞാൻ പറയാം. കൽപ്പന, ന്യായപ്രമാണം നമ്മൾ വായിച്ചു വരുമ്പോൾ അതിന് പറഞ്ഞിട്ടുണ്ട്, ഒരാളെ നമുക്ക് ഇഷ്ടമില്ല എന്ന് വിചാരിച്ചു, നമ്മുടെ ശത്രുവാന്ന് വിചാരിച്ചു, നമുക്ക് കൂടെ പാര വെക്കുന്ന ഒരാളാണ്. അദ്ദേഹത്തിൻ്റെ കഴുത ചുമടിനടിയിൽ കിടക്കുകയാണ് വഴിയിൽ. അവൻ എന്ത് ചെയ്യുന്നു? അവനതിനെ ഭയങ്കരമായിട്ട് പരിശ്രമിക്കുന്നുണ്ട്, ഇതിൻ്റെ ചുമട് ഇതിൻ്റെ മുകളിൽ നിന്ന് എടുത്തു കളയാനാണ്. ന്യായമായിട്ട് നമുക്ക് തോന്നും അവന് എന്ത് ചെയ്യണം? അവൻ അങ്ങനെ തന്നെ ആകണം. അവൻ്റെ കഴുത എന്ത് ചെയ്യണം? കഴുത അവിടെ കിടന്ന് ചാകണം എന്ന് നമ്മൾ ന്യായമായിട്ട് ഓർക്കാം. പക്ഷേ വേദപുസ്തകം പ്രമാണം എന്നാ പറയുന്നത് അറിയാമോ? അങ്ങനെ നീ കണ്ടാൽ എന്ത് ചെയ്യരുത്? അവനെ വിചാരിച്ച് നിനക്കത് ചെയ്യാൻ ഒരു മനസ്സ് തോന്നിയില്ലെങ്കിലും എന്ത് ചെയ്യണം? ആ കഴുതയുടെ ജീവനെ രക്ഷിക്കണം. അതിനെന്ത് ചെയ്യണം? ചുമടിനടിയിൽ നിന്ന് അതിനെ രക്ഷപ്പെടുത്താൻ നീ അവന് സഹായം ചെയ്യണം. പ്രമാണത്തിൻ്റെ ആ വ്യാപ്തി നമ്മൾ ഓർത്തു കൊടുക്കുക. നമ്മൾ ഉദ്ദേശിക്കുന്ന ലെവലേ അല്ല, വളരെ വളരെ വിശാലമാണ് കൽപ്പനകൾ. അപ്പോൾ അത് നമ്മൾ വായിച്ച് നോക്കണം. അതാണ് അതിൻ്റെ എല്ലാം സംക്ഷിപ്ത രൂപമാണ് എന്ത് കൽപ്പന എന്ന് പറയുന്നത്. ഓക്കെ, ആരാധനയിൽ അത് പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 10 കൽപ്പനകളോട് ബന്ധപ്പെട്ടാണ് ജീവിതം മുഴുവനും കിടക്കുന്നത്. അതുകൊണ്ട് ഒരു കൽപ്പന വായിക്കുമ്പോൾ നമ്മൾ ഓർമ്മ വരികയാണ്, അല്ലേ? ഒന്നാമത്തെ കൽപ്പന എന്താണ്? ഞാനല്ലാതെ അന്യ ദൈവങ്ങൾക്ക് ഉണ്ടാകരുത്, അല്ലേ? നമ്മളിപ്പോൾ സീസൺ സമയമാണ്, അല്ലേ?
നമ്മൾ ആൾക്കാരെല്ലാം ഓരോരോ സ്ഥലങ്ങളിൽ ആരാധനയ്ക്ക് പോകുന്നുണ്ട്. എന്നാൽ ഇതും കൂടെ ഇട്ടായിരുന്നു പറഞ്ഞ് തേങ്ങ നമ്മൾ കൊടുത്തു വിട്ടു എന്ന് വിചാരിച്ചു വിടുക. അതെന്താണ്? അതെന്തായിരിക്കും? നിങ്ങളൊന്ന് പറഞ്ഞേ, എന്തായിരിക്കും അത്? ഞാനല്ലാതെ അന്യദൈവങ്ങൾക്ക് ഉണ്ടാകരുത്. അതിനെക്കുറിച്ച് വിശുദ്ധി പറഞ്ഞിട്ടുണ്ട്. യാതൊന്നിൻ്റെ മുമ്പിൽ എന്ത് ചെയ്യരുത്? നിങ്ങൾ തലമുണക്കുവോ മുട്ടുമുടക്കുവോ എന്തെങ്കിലും നേർച്ച കാഴ്ചയിടുകയോ ഒന്നും ചെയ്യരുത്. അതെല്ലാം എന്താണ്? അതെനിക്കെതിരാണ്, എനിക്കിഷ്ടമില്ല. ഇവിടെ വന്ന് നമ്മൾ ഞായറാഴ്ച ഈ കൽപ്പന വായിച്ച് കേട്ടപ്പോൾ ഓർക്കുന്നത് നമ്മൾ തേങ്ങ കൊടുത്തു വിട്ട കാര്യവും നേർച്ചയിടാൻ പൈസ കൊടുത്തു വിട്ട കാര്യവും അല്ലേ എല്ലാം ഓർത്തത്. എന്നാ ചെയ്യണം? കർത്താവേ മാപ്പാക്കണം പറഞ്ഞ് നെഞ്ചത്തടിച്ച് എന്ത് ചെയ്യണം? അന്നേരം പ്രാർത്ഥിച്ചോ? തെറ്റ് പറ്റിപ്പോയി അല്ലേ? ഓർക്കണം ഒരു കൽപ്പന വായിക്കുമ്പോൾ. പിന്നെ ഒരു കൽപ്പനയുണ്ട്, നിൻ്റെ മാതാപിതാക്കന്മാരല്ലേ, നിൻ്റെ അപ്പനെയും അമ്മയും ബഹുമാനിക്കുക. വീട്ടിൽ നിന്ന് നമ്മൾ വെല്ലപ്പനോടും വെല്ലുമ്മിച്ചയോടും അപ്പനോടും അമ്മയോടൊക്കെ തട്ടിക്കയറിയിട്ട് എന്ത് ചെയ്തു? നമ്മളിങ്ങോട്ട് പോരുകയാണ് പള്ളിയിലേക്ക്. ഇവിടെ വന്ന് ഓടി വന്ന് ഭയങ്കര ഓട്ടമാണ്. അത്രയും ദൈവത്തെ ആരാധിക്കാൻ പോവുകയാണ്. ആരോട് വഴക്കുണ്ടാക്കിയിട്ടാണ് വരുന്നത്? വെല്ലുപ്പനോടും വെല്ലുമ്മയോടും വഴക്കുണ്ടാക്കിയിട്ട് അപ്പനോടും അമ്മയോടും വഴക്കുണ്ടാക്കിയിട്ട് ഇവിടെ വരികയാണ് ആരാധിക്കാനല്ലേ. ഇവിടെ വന്നപ്പോഴാണ് കൽപ്പന വായിക്കുന്നത്. എന്നാ കൽപ്പനയാ? നിൻ്റെ അപ്പനെ അമ്മയെ ബഹുമാനിക്കുക. അന്നേരം നമ്മൾ എന്നാ പറയണം? അയ്യോ കർത്താവേ ക്ഷമിക്കണം, എൻ്റെ അപ്പനോടും അമ്മയോടും ഞാൻ അരുതാത്ത് സംസാരിച്ചു, ക്ഷമിക്കണം, മാപ്പാക്കണം, ഇനി മേലാ ഞാൻ എന്ത് ചെയ്തില്ല. അതിനുള്ള അവസരമാണ്. അതാണ് ഈ കൽപ്പന വായിച്ചതിന് ശേഷം പാപം ഏറ്റു പറയുന്നത്. അത് ഓരോ കൽപ്പനയും വിവരിച്ച് പറയാൻ സമയമില്ല. അത് നിങ്ങൾ വിവരിച്ച് എടുത്തോളുക. കൽപ്പനകളുടെ വ്യാഖ്യാനം പുതിയ ദൈവത്തിൻ്റെ പശ്ചാത്തലത്തിലും അതുപോലെ ദൈവത്തിൻ്റെ ആഴത്തിലും നമ്മുടെ കർത്താവ് യേശു മിശിഹ ദൈവപുത്രൻ അത് വ്യാഖ്യാനിക്കുന്നുണ്ട്. വിശുദ്ധ മത്തായി സുവിശേഷം 5, 6, 7 അധ്യായങ്ങളിൽ പർവ്വത പ്രസംഗത്തിൽ അത് നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെ മരുഭൂമിയിൽ സിനായി പർവ്വതത്തിൽ അവിടെ എന്ത് ചെയ്തു? ഹൊരേബിൻ്റെ അടുത്ത് അവരെന്ത് ചെയ്തു? ദൈവത്തിൻ്റെ കൽപ്പനകൾ മോശ മുഖാന്തരം പിതാവായ ദൈവം നൽകി. ഇവിടെ മത്തായി സുവിശേഷം നമ്മൾ വായിക്കും, പുത്രനായ ദൈവം എന്ത് ചെയ്യുന്നു? മലമേൽ കയറി എന്ത് ചെയ്തു? അതിൻ്റെ വ്യാഖ്യാനിക്കുന്നു അല്ലേ. അതിൻ്റെ അക്ഷരത്തിലുള്ള എഴുത്ത് നമുക്ക് പഴയ നിയമത്തിൽ 10 കൽപ്പനകളിൽ കാണാം. അതിൻ്റെ ആത്മാവിലുള്ള അക്ഷരത്തിൻ്റെ ആത്മാവിനെ നമുക്ക് എവിടെ കാണാം? പുത്രൻ്റെ വ്യാഖ്യാനത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. എന്നിട്ട് പുത്രൻ അവസാനം പറഞ്ഞു, 7ാമത്തെ അവസാനം വാക്യങ്ങളിൽ, ഈ എൻ്റെ വചനങ്ങളെ കേട്ട് ചെയ്യുന്നവനെല്ലാം പാറമേലടിസ്ഥാനം വിട്ട് വീട് പണിത ബുദ്ധിയുള്ള മനുഷ്യനോട് തുല്യനാകുന്നു എന്ന് പറയും. കൽപ്പനകൾ അനുസരിച്ച് പ്രമാണിച്ച് ജീവിക്കുന്നവൻ ബുദ്ധിയുള്ള മനുഷ്യനാണ്. അവൻ ജീവിതത്തിൽ എന്ത് ചെയ്തില്ല? ജീവിതത്തിൽ ഒരു നാളും അവൻ പരാജയപ്പെട്ടു പോകത്തില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ജീവിതത്തിൽ ഒരു നാളും അവൻ പരാജയപ്പെട്ടു പോകത്തില്ല. എത്ര വലിയ കൊടുങ്കാറ്റ് വന്നാലും എത്ര വലിയ പ്രശ്നങ്ങൾ വന്നാലും അവനതിനെ അതിജീവിക്കാൻ സാധിക്കും. കാരണം എന്താണ്? അവൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ വചനങ്ങളിലാണ് എന്ന് അവിടെ പറഞ്ഞിരിക്കും. അത് പുത്രൻ വ്യാഖ്യാനിച്ച് പറഞ്ഞതാണ്. പ്രിയമുള്ളവരെ, നിങ്ങൾ വായിക്കുമ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മൾ പഠിപ്പിക്കുമ്പോൾ പറയണം, 10 കൽപ്പന എന്ത് ചെയ്യണം? നിർബന്ധമായിട്ടും പഠിച്ചിരിക്കണം. വിശുദ്ധ മത്തായി സുവിശേഷം 5, 6, 7 അധ്യായങ്ങൾ എന്ത് ചെയ്യണം? പഠിച്ചിരിക്കണം നിർബന്ധമായി. സദൃശവാക്യങ്ങൾ എന്ത് ചെയ്യണം? നിർബന്ധമായിട്ട് നിങ്ങൾ പഠിക്കണം. കുഞ്ഞുങ്ങളെ പഠിക്കുന്ന കുഞ്ഞുങ്ങളോട് പ്രത്യേകമായിട്ട് പറയുകയാണ്, ഇത്രയും കാര്യങ്ങൾ പഠിച്ചാൽ നിങ്ങൾ ജീവിതത്തിൽ ഒരിക്കലും എന്ത് ചെയ്യത്തില്ല? പരാജയപ്പെടുത്തിയില്ല. നിങ്ങളുടെ ബുദ്ധി, നിങ്ങളുടെ കഴിവ്, നിങ്ങളുടെ ചിന്തകൾ ലോക ചിന്തകൾക്കപ്പുറമായിരിക്കും, അതിനേക്കാൾ ഉയർന്നതായിരിക്കും. ദൈവം നിങ്ങൾക്ക് അനുഗ്രഹങ്ങളെ പകരും എന്നുള്ളത് യാതൊരു സംശയമില്ല. നമ്മളൊക്കെ ഏത് പള്ളിക്കാരാണ് മക്കളെ? CSI പള്ളിക്കാരാണ് അല്ലേ? CSI എന്ന് പറഞ്ഞാൽ എന്താ? ഫുൾ ഫോം എന്താ? ചർച്ച് ഓഫ് സൗത്ത് ഇന്ത്യ എന്ന് പറഞ്ഞപ്പോൾ നോർത്ത് ഇന്ത്യയിൽ വല്ലതും ഉണ്ടോ? ഉണ്ടായിരിക്കുമോ? സൗത്ത് ഇന്ത്യയിലെ കാര്യമാണ് പറഞ്ഞത്. നോർത്ത് ഇന്ത്യയിൽ കാണുമോ? ഉണ്ടോ? ഉണ്ട്. നോർത്ത് ഇന്ത്യയിലുണ്ട് ചർച്ച് ഓഫ് നോർത്ത് ഇന്ത്യ, CNA അല്ലേ? CSIയുടെ അതേ തന്നെ ഒരു ഇത് തന്നെയാണ് CNA എന്ന് പറയുന്നത്, ചർച്ച് ഓഫ് നോർത്ത് ഇന്ത്യ അല്ലേ. അത് 1970 രൂപീകരിക്കപ്പെട്ടു. നമ്മുടെ സഭ രൂപീകരിക്കപ്പെട്ടത് 1947 അല്ലേ? 57 രൂപീകരിക്കപ്പെട്ടു. ഓക്കെ. സക്രമം എത്ര ഉണ്ടെന്ന് പഠിച്ചേക്കുന്നേ? ഏതെല്ലാം? സ്നാനവും തിരുവത്താഴം. ഓക്കെ, നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, വളരെ സന്തോഷമുണ്ട്. നിങ്ങൾ എല്ലാ ദിവസവും എന്ത് ചെയ്യണം? വിശുദ്ധ വേദോസം വായിക്കണം. നിങ്ങൾ കുറച്ച് കഴിയുമ്പോൾ ചില പ്രതിജ്ഞകൾ നിങ്ങൾ എടുക്കുന്നുണ്ട്. നിങ്ങൾ ഇതുവരെയും പഠിച്ച തിരുവേദന സത്യങ്ങൾക്ക് അനുസരണമായും പ്രത്യേകമായി നിങ്ങൾ പഠിച്ച സ്ഥിരീകരണ പാഠങ്ങൾക്കനുസരിച്ചും ഒക്കെയുമുള്ള ചോദ്യമാണ്. ചില കാര്യങ്ങൾ സ്വീകരിക്കുന്നു, ചില വിശ്വസിക്കുന്നു, ചിലത് ദൈവസഹായത്തെ ചെയ്യുമെന്ന് പറയുന്നു. അത് നമ്മൾ ദൈവസന്നിധിയിലാണ് പ്രതിജ്ഞ എടുക്കുന്നത്. അത് കേട്ട് ഇവിടെ പറയുന്ന കാര്യങ്ങൾ എന്ത് ചെയ്യണം? അത് ദൈവസന്നിധിയിൽ ഉറപ്പായിരിക്കുന്നു.
ദൈവം കേട്ടിരിക്കുന്നു എന്നുള്ള ചിന്തയോടെ നിങ്ങൾ പറയുക. ചോദ്യം ഞാൻ ഒന്ന് രണ്ട് ആവർത്തി ഞാൻ പറയും, ഉത്തരം ഞാൻ പറഞ്ഞു തരും. നിങ്ങളത് കേട്ട് ചില ഉത്തരങ്ങൾ നിങ്ങൾ കൂട്ടമായും ചിലത് ഒറ്റയായിട്ടും പറയേണ്ടതായിട്ടുണ്ട്. നിങ്ങൾ എല്ലാ ദിവസവും എന്ത് ചെയ്യണം? തുടർന്നും എല്ലാ ദിവസവും വായിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യണം. അത് ചോദിക്കുന്നുണ്ട്, അതങ്ങനെ പറഞ്ഞു പോകുന്നു എന്ന് മറന്നു പോകരുത്. നിങ്ങൾ സൺഡേ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളുണ്ടെങ്കിൽ തുടർന്നും എന്ത് ചെയ്യണം? സൺഡേ സ്കൂൾ ക്ലാസ്സുകളിൽ പൊക്കോണം. കാരണം സ്ഥിരീകരണ പാഠങ്ങളും സൺഡേ സ്കൂൾ പഠനങ്ങളും രണ്ടാണ്. വേദപുസ്തകമാണ്, വചനമാണ് പഠിക്കുന്നതെങ്കിലും സ്ഥിരീകരണം അതിന് പ്രത്യേകമായുള്ള പഠനങ്ങളാണ്. ബാക്കിയുള്ള തിരിഞ്ഞ ഭാഗങ്ങൾ മുഴുവനും പഠിക്കുന്നത് ഇവിടെ തന്നെയാണ്, സൺഡേ സ്കൂളിലാണ്. അതുകൊണ്ട് സൺഡേ സ്കൂളിൽ നിങ്ങൾ നിർബന്ധമായിട്ട് എന്ത് ചെയ്യണം? തുടർന്ന് പൊയ്ക്കൊണ്ടിരിക്കുക. കുഞ്ഞുങ്ങളെ വളരെ സന്തോഷത്തോടെ ഒരുക്കിവിട്ട മാതാപിതാക്കന്മാരെ ഓർത്ത് ഞാൻ ദൈവത്തിന് നന്ദി കരയറ്റുന്നു. അതുപോലെ തന്നെ ജ്ഞാനപിതാക്കന്മാരെ ഓർത്ത് പ്രത്യേകമായ ദൈവത്തിന് നന്ദി കരയറ്റുന്നു, അവരോട് നന്ദി അറിയിക്കുന്നു. അതോടൊപ്പം തന്നെ ഇവരെ സൺഡേ സ്കൂളിൽ വചനം പഠിപ്പിച്ചവരെ, സ്ത്രീധനത്തിന് വേണ്ടി പ്രത്യേക ക്ലാസ് എടുത്ത അച്ഛൻ, അതുപോലെ തന്നെ പ്രിയ അച്ഛന്മാർ, അതുപോലെ തന്നെ പ്രിയ സാറന്മാർ, സ്ത്രീധനത്തിന് വേണ്ടി ക്ലാസ് എടുത്ത മറ്റ് അധ്യാപകർ, എല്ലാവരെയും ഓർത്ത് ഞാൻ ദൈവത്തിന് നന്ദി കരയറ്റുന്നു. ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. ഒരു കാര്യം കൂടെ പറയട്ടെ. സുവിശേഷം വായിച്ചത് ഏത് ഭാഗമാണ്? വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 14-ാം അധ്യായം 15, 16, 17 എന്ന വാക്യങ്ങളാണ് വായിച്ചത് അല്ലേ? 15-ാം വാക്യം എന്നാന്ന് ഓർക്കുന്നുണ്ടോ? ഓർമ്മയിൽ നിന്ന് പറയാമോ? നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ എൻ്റെ കൽപ്പനകളെ കാത്തുകൊള്ളും. ചോദ്യം ഇതാണ്, നിങ്ങൾ ദൈവത്തെ സ്നേഹിക്കുന്നുണ്ടോ? ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് കൈപൊക്കാം, കുട്ടികൾ മാത്രം. ഓക്കെ, കൈതാത്തിട്ടോ. നിങ്ങൾ എന്ത് ചെയ്യും? കൽപ്പനകളെ കാക്കും. കൽപ്പന കാക്കുക എന്ന് പറഞ്ഞാൽ കൽപ്പന അനുസരിക്കും അല്ലേ? കൽപ്പനകളെ അനുസരിക്കും. ദൈവത്തെ സ്നേഹിക്കുന്നവരെന്ത് ചെയ്യും? കൽപ്പനകൾ അനുസരിക്കും. കൽപ്പനകൾ അനുസരിക്കണം എന്ത് ചെയ്യണം? കൽപ്പനകൾ അനുസരിക്കണം എന്ത് ചെയ്യണം? ഈ കുട്ടി ചോദ്യമൊക്കെ എടുത്തിന് വേണ്ടി കൊണ്ട് രാവിലെ വന്നാൽ വളരെ ബുദ്ധിമുട്ട് പോലല്ലേ? ഞങ്ങൾ ഉള്ള ഉത്തരം എല്ലാം പറഞ്ഞു. കൽപ്പന അനുസരിക്കുക എന്ത് ചെയ്യണം? ദൈവത്തെ സ്നേഹിക്കുന്നവരെന്ത് ചെയ്യും? കൽപ്പന കാക്കും അല്ലേ? അല്ലെങ്കിൽ കൽപ്പന അനുസരിക്കും. കൽപ്പന അനുസരിക്കണം എന്ത് ചെയ്യണം? ശരിയായിരിക്കും ഉത്തരം? ഇവർ പറഞ്ഞ് ശരിയാണ്. റോഡിൽ കൂടെ വാഹനം ഓടിക്കുന്നവർ എന്ത് പഠിച്ചിരിക്കണം? വാഹനം ഓടിക്കുന്നവർ എന്ത് പഠിച്ചിരിക്കണം? വാഹനം ഓടിക്കുന്നവരാണ് ഡ്രൈവർമാരല്ലേ? ഡ്രൈവർമാർ എന്ത് പഠിച്ചിരിക്കണം? ട്രാഫിക് റൂൾസ് പഠിച്ചിരിക്കണം അല്ലേ? ട്രാഫിക് റൂൾസ് പഠിച്ചിരിക്കണം. ഒരു ചുവന്ന ബോർഡ് കണ്ടാൽ എന്ത് ചെയ്യണം? ഒരു ലൈറ്റ് കണ്ടാൽ എന്ത് ചെയ്തിക്കണം? ചവിട്ടി വിട്ടോണമെന്നാ അല്ലേ? ആണോ? അല്ല, ചുവന്ന ലൈറ്റ് കണ്ടത് അപകടമാണ്. എന്ത് ചെയ്തോ? പയ്യെ പോയി നിർത്ത്. മഞ്ഞയാണെങ്കിലോ സൂക്ഷിക്കണേ അല്ലേ? പച്ചയാണെങ്കിലോ പാസ്. ഇതാരറിഞ്ഞിരിക്കണം? ഈ ഡ്രൈവർ അറിഞ്ഞിരിക്കണം അല്ലേ? ദൈവത്തെ സ്നേഹിക്കുന്നവർ എന്തറിഞ്ഞിരിക്കണം? കൽപ്പന അനുസരിക്കണം അല്ലേ? കൽപ്പന അനുസരിക്കാതെ, അല്ലെങ്കിൽ കൽപ്പനകൾ അനുസരിക്കണമെന്ന് പറഞ്ഞാൽ കൽപ്പന അറിഞ്ഞിരിക്കണം അല്ലേ? നിങ്ങളിവിടെ ഇന്ന് ഇതെല്ലാം കൂടെ കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞു, നമ്മൾ കൂട്ടുകാരെല്ലാം വിളിച്ച് നമ്മുടെ ഫോൺ ചാർജെല്ലാം തീർന്നു, പൈസ തീർന്നു, വീട്ടിൽ എത്ര നാളാണ് ചോദിക്കുന്നത് അല്ലേ? അങ്ങനെ നോക്കിയിരിക്കുമ്പോഴാണ് ഡാഡി എന്ത് ചെയ്തിരിക്കുന്നത്? പുറത്ത് പോയിട്ട് വന്നിട്ട് ഷർട്ട് അവിടെ തൂക്കിട്ടിരിക്കുന്നു. നോക്കിയപ്പോൾ പൈസ ഒക്കെ കിടപ്പുണ്ട്. നമ്മളെന്ത് ചെയ്തു? അതിനകത്ത് 100 രൂപ എടുക്കാൻ തുടങ്ങണം. 100 എടുക്കാൻ തുടങ്ങിയപ്പോഴാണ് എന്നാ ഓർത്തത്? കേട്ടില്ല? എന്നാ കൽപ്പന? മോഷ്ടിക്കരുത്. അന്നേരം എന്ത് ചെയ്തു? പൈസ ഇട്ടിട്ട് ആരോ കണ്ടോന്ന് നോക്കി പോകും അല്ലേ? കൽപ്പന എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്? കൽപ്പന നമ്മുടെ ഉള്ളിലുണ്ട് അല്ലേ? ആ ഓർമ്മ വരുത്തുന്നത് പരിശുദ്ധാത്മാവ്. ആ ഓർമ്മ വരുത്തുന്ന ആരാണ്? പരിശുദ്ധാത്മാവ്. ആ കൽപ്പന നമ്മുടെ ഉള്ളിലുണ്ട്. അത് നമ്മളെ ഓർമ്മപ്പെടുത്തുന്ന ആരാണ്? തക്ക സമയത്ത് ഓർമ്മപ്പെടുത്തുന്ന ആരാ? പരിശുദ്ധാത്മാവ്. വീട്ടിൽ ചെന്നപ്പം മമ്മി പറയാണ്, എടി തീ ഒന്ന് ഊതിക്കേ. എനിക്കിപ്പോൾ നേരമില്ലെന്ന് പറയാനാണ് വന്നത്. പക്ഷെ അതിനാ പറഞ്ഞത്, അതിന് കൽപ്പന കൂടി വന്നു. എന്താണ്? അപ്പനമ്മയും ബഹുമാനിക്കും. പാടാ, ഇന്ന് ഒരു സിനിമയ്ക്ക് പോക്കാളാം. ഞായറാഴ്ചയല്ലേ? അന്നേരമാണ് എന്നാ ഓർമ്മ വന്നേ? ശബദനാളിനെ ശുദ്ധീകരിക്കാൻ ഓർക്ക് ഇവിടെ പ്രതിജ്ഞ ചെയ്യുന്നുണ്ട്. നിങ്ങൾ എല്ലാ ഞായറാഴ്ചയും പള്ളിയിൽ പോകും അല്ലേ? പള്ളി പോകും, തീരുമാനമെടുത്തിട്ട് പള്ളിയിൽ എന്ത് ചെയ്യാൻ പോകാതെ സിനിമയ്ക്ക് പോകാൻ പറ്റുമോ? പറ്റത്തില്ല. കല്യാണത്തിന് പോകാൻ പറ്റുമോ? പറ്റത്തില്ല. സ്നാനത്തിന് പോകാൻ പറ്റുമോ? ഒന്നിനും പറ്റത്തില്ല. ഇപ്പം നമ്മുടെ ആൾക്കാരെല്ലാം പ്രധാന പ്രോഗ്രാമെല്ലാം എന്നാ വെച്ചേക്കുന്നത്? ഞായറാഴ്ച വെച്ചിരിക്കുന്നത്. നമ്മുടെ സുഹൃത്തുക്കളല്ലേ? പറയുമ്പോൾ എങ്ങനെ പോകാതിരിക്കുന്നു? നമുക്ക് എന്തെങ്കിലും കാര്യം വെക്കുമ്പോൾ അവർ വരണ്ടേ? അതുകൊണ്ട് പള്ളി ഉപേക്ഷിച്ച് എന്ത് ചെയ്യാണ്? പോവുകയാണ്. പല കൈക്കാരന്മാരെയും കമ്മിറ്റി അംഗങ്ങൾ ഇവിടുത്തെ കാര്യമല്ല പറയുന്നത്. അവരെല്ലാം ഞായറാഴ്ച ദിവസം അവരെ കാണത്തില്ല. അവർ
ഓരോ സുഹൃത്തുക്കളിലൊക്കെ ഓരോ കാര്യത്തിന് പോയതാണ്. എന്നാ ചെയ്യാൻ പറ്റും അല്ലേ? ഞായറാഴ്ച പള്ളി വന്നേക്കാന്ന് പറഞ്ഞ് തിരിച്ചെടുത്ത് പോയ ആൾക്കാരാണ്. ഓർത്തോണം, ഇതിൽ പിള്ളികളിയാളത്ത് ഇത് ഓർക്കരുത്. ദൈവസന്നിധിയെ തീരുമാനം എടുത്തതിന് നമ്മൾ ഒരിക്കൽ നമ്മൾ ദൈവസന്നിധിയിൽ ചെല്ലുമ്പോൾ ദൈവം ചോദിക്കും, നിങ്ങളെ എത്രയോ ദിവസം എന്ത് ചെയ്തു? നിങ്ങൾ പള്ളിയിൽ പോകാമെന്ന് പറഞ്ഞിട്ട് പള്ളിയിൽ പോകാതിരുന്നു. എല്ലാ ദിവസവും വേദോസം വായിക്കാമെന്ന് പറഞ്ഞാൽ എത്ര ദിവസം വേദോസം വായിച്ചു? എല്ലാ ദിവസവും പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞാൽ നിങ്ങൾ എത്ര ദിവസം പ്രാർത്ഥിക്കാതിരുന്നു? അല്ല, ചോദ്യം എന്ത് ചെയ്യും? ഒരിക്കൽ ദൈവം എന്ത് ചെയ്യും? ചോദിക്കും. അപ്പം നമ്മൾ എന്ത് ചെയ്യും? പിള്ളേർ പറയുന്നല്ലേ, നമ്മൾ കൈ കെട്ടി നിന്ന് ഉത്തരം പറയേണ്ടി വരും അല്ലേ? ഉത്തരം എല്ലാം തെറ്റാണ്, എന്തായിരിക്കും? അത് പറയേണ്ടത് അല്ലേ? അതുകൊണ്ട് എന്ത് ചെയ്യണം? എല്ലാ ദിവസം പഠിക്കണം, വായിക്കുക, അനുസരിക്കണം. പഠിച്ച സത്യങ്ങൾ എന്ത് ചെയ്യുക? അനുസരിച്ച് നടക്കുന്നത്. ഇവിടെ നിങ്ങളുടെ തലമേൽ കൈവച്ച് പ്രാർത്ഥിക്കുമ്പോൾ, ജനമെല്ലാം ചേർന്ന് പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിൻ്റെ കൃപ നിങ്ങളുടെ മേൽ വരും. അത് തുറന്നു പോകണമേ എന്ത് ചെയ്യണം? എല്ലാ ദിവസവും പ്രാർത്ഥിക്കുക. ദൈവം നിങ്ങളെ അതിനായിട്ട് സഹായിക്കുകയും ശക്തീകരിക്കുകയും ചെയ്യുമാറാകട്ടെ. നിങ്ങൾ ദൈവത്തെ സ്നേഹിക്കുന്നുവെങ്കിൽ എന്ത് ചെയ്യും? ദൈവത്തിൻ്റെ കൽപ്പനകളെ കാത്തു, ദൈവത്തിൻ്റെ കൽപ്പന അനുസരിച്ച്, ദൈവപ്രമാണങ്ങൾ അനുസരിച്ച് ദൈവപക്ഷം ചെയ്യാൻ നടപ്പാൻ ദൈവം നമ്മളെ ഇടയാക്കി തരട്ടെ. നല്ല നല്ല പൗരന്മാരെ നമുക്ക് ആവശ്യമുണ്ട്, നല്ല കുടുംബാംഗങ്ങളെ നമുക്ക് ആവശ്യമുണ്ട്, നല്ല സമൂഹത്തിനുള്ള ശ്രദ്ധന്മാരെ ആളുകളെ നമുക്ക് ആവശ്യമുണ്ട്, നല്ല ഭരണകർത്താക്കളെ നമുക്ക് ആവശ്യമുണ്ട്, നല്ല രാഷ്ട്രീയ നേതാക്കന്മാരെ നമുക്ക് ആവശ്യമുണ്ട്, നല്ല ഇച്ഛാശക്തിയുള്ള ഭരണകർത്താക്കളെ നമുക്ക് ആവശ്യമാണ്, നമുക്ക് നല്ല ശുശ്രൂഷകരെ നമുക്ക് ആവശ്യമാണ്, നല്ല കൈക്കാരന്മാർ, കമ്മിറ്റി അംഗങ്ങൾ, നല്ല കപ്പ്യാർ ശുശ്രൂഷിക്കുന്ന ആൾക്കാർ, എല്ലാവരും നമുക്ക് ആവശ്യമാണ്. എല്ലാം ദൈവപക്ഷം ചേർന്ന് നിൽക്കുന്നവരെ മാത്രം നമുക്ക് ആവശ്യം, സമൂഹത്തിന് ആവശ്യം. അങ്ങനെയുള്ള ഏറ്റവും നല്ല ഒരു തലമുറ വളർന്നു വരുവാൻ ദൈവം നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നവരായിട്ട് ദൈവം നമ്മളെ സഹായിക്കുകയും ചെയ്യുവാറുണ്ട്. ഇപ്പോൾ പിതാവായ ദൈവത്തിനും പുത്രനായ ദൈവത്തിനും പരിശുദ്ധാത്മാവിൽ സകല ബഹുമാനം മഹത്വവും കലാവസാനം കൂടെ ഉണ്ടായിരിക്കുമാറാകട്ടെ.